ഷാജി നമുക്ക് സ്റ്റാർട്ട് ചെയ്തല്ലോ. ഓക്കെ 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 വണ്ടർഫുൾ. ഗുഡ് മോർണിംഗ് ഓൾ. അപ്പം ഇന്നൊരു നല്ലൊരു സായാഹ്നം കൂടെ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അപ്പം ഈ ഒരു സായാഹ്നത്തില് നിങ്ങളെല്ലാവരെയും ഞാൻ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളിപ്പം ഒരു വർക്കിന് വേണ്ടി നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഒരുപാട് നോ അല്ലെ, വേണ്ട അല്ലെങ്കിൽ നോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കാറുണ്ട്. അപ്പം അതിനെ എങ്ങനെയൊക്കെ നമുക്ക് തരണം ചെയ്യാം, അതിനെ എങ്ങനെയൊക്കെ നമുക്ക് നേരായ രീതിയിലേക്ക് നമുക്ക് ഉതകുന്ന രീതിയിലേക്ക് നമുക്ക് ആക്കി മാറ്റാം എന്നൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അതേപോലെ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും. അതിനുവേണ്ടി നമുക്കിവിടെ നമ്മുടെ ഒരു ഗ്രേറ്റ് ലീഡർ ഇവിടെ തയ്യാറായി നിൽപ്പുണ്ട്. അപ്പം അതിനു മുന്നേ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജിമ്യ, തലശ്ശേരിക്കടുത്ത് കോളയാടാണ് സ്വദേശം. ഞാൻ വെസ്റ്റീജിനെ നെഞ്ചോട് ചേർത്ത് ചെയ്യുന്ന ഒരു ലീഡറാണ്. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഭയങ്കര മഴയായതുകൊണ്ട് റേഞ്ചിന്റെ കേൾക്കാവല്ലോ അല്ലേ സാറേ? ഓക്കെ ഓക്കെ. അത് ഇവിടെ ഭയങ്കര മഴയാ, ഞാൻ മഴ നനഞ്ഞു വന്നതാ. അപ്പൊ അതിന്റെ ചെറിയ ഇതുണ്ട്. പിന്നെ ഇപ്പൊ മഴയത്ത് ഓടി വന്നതാണ് ഞാന്. പിന്നെ അപ്പം ഞാൻ പറയാൻ വന്നത് എന്താന്ന് വെച്ചാല്, നിങ്ങളെല്ലാവരും ഇപ്പൊ നമ്മള് നെഗറ്റീവിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പം നമുക്ക് ഇവിടെ വേണ്ട എന്തൊക്കെ കാര്യങ്ങൾ, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് ലഭിക്കും. അതൊക്കെ നമ്മൾ എപ്പോഴും നമ്മുടെ മെമ്മറിയിൽ ഓർത്ത് വെക്കണമെന്നില്ല. നമുക്ക് അതൊക്കെ പിന്നീട് ഒരു ആവശ്യം വന്നാല് നമുക്കതൊക്കെ നമ്മുടെ മെമ്മറിയിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ അതൊക്കെ നമുക്ക് അത് കുറിച്ച് വെക്കാൻ വേണ്ടി എല്ലാവരും ഒരു പേപ്പറും പേനയോ, അല്ലെങ്കിൽ പേപ്പറിനെക്കാട്ടും നല്ലത് ഒരു നോട്ട്ബുക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഡയറി ആയിരിക്കാം, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം മുന്നിൽ കരുതി വെക്കുക. കാരണം വിമൽ സാറാണ് നമുക്ക് വേണ്ടി ഇതൊക്കെ പ്രസന്റ് ചെയ്യാൻ വരുന്നത്. അപ്പം വിമൽ സാർ പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറിച്ച് വെക്കാൻ എവിടെയെങ്കിലുമൊക്കെ കിട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു നോട്ട്ബുക്കോ പേനയോ ഒക്കെ തയ്യാറാക്കി വെക്കുക. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഈ കളത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഒരുപാട് നോ, വേണ്ട അല്ലെങ്കിൽ നോ, എന്നോട് പറയണ്ട, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാനും നിങ്ങളും ഒക്കെ ഒരു വർക്ക് എന്താ ചെയ്യേണ്ടത്, പ്രസന്റേഷൻ ചെയ്യാൻ വേണ്ടി, ഇപ്പൊ 1-to-1 ആയിക്കോട്ടെ, അല്ലെ ഒരു പ്രൊഡക്റ്റ് റീറ്റെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടായിക്കോട്ടെ, കളത്തിലേക്ക് ഇറങ്ങുന്ന വ്യക്തികളാണെങ്കിൽ അവരെ സംബന്ധിച്ച് ഒരുപാട് നോകൾ കേൾക്കാറുണ്ട്. അതൊന്നും ചെയ്യാത്ത വ്യക്തികളെ സംബന്ധിച്ച് അതൊന്നും ബാധകമല്ല. അതേസമയം ചെയ്യുന്നവരെ സംബന്ധിച്ച് അതൊക്കെ കേൾക്കാറുണ്ട്. അപ്പം അതിനെ പേടിച്ച് ഒരുപാട് ആൾക്കാർ മാറി നിൽക്കാറുണ്ട്. ഇതൊന്നും അയ്യോ എന്നെ കൊണ്ട് പറ്റില്ല, നോ കേൾക്കാൻ എനിക്ക് പറ്റൂല, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് മാറി നിൽക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ നോയിനെ പേടിച്ചിട്ട് ID പോലും അടിക്കാൻ തയ്യാറാകാതെ, അല്ലെ ഒരു സാധനം വാങ്ങി ഉപയോഗിക്കാൻ തയ്യാറാകാത്ത ആൾക്കാരുമുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുള്ള വ്യക്തികള് നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ, നമ്മുടെ അറിവിലുണ്ടെങ്കിൽ, അവരോടൊക്കെ എത്രയും പെട്ടെന്ന് ഈ ഒരു സെഷനിലേക്ക് ജോയിൻ ചെയ്യാൻ പറയാ. കാരണം ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ജോയിൻ ചെയ്യാൻ പറയാ. അവർക്ക് ധൈര്യം കിട്ടണ്ട, അല്ലെ ആ വരുന്ന നോ എങ്ങനെ നമുക്ക് തടഞ്ഞു നിർത്താം, അല്ലെ അതിനെ എങ്ങനെ യെസ് ആക്കി മാറ്റാം എന്നൊക്കെ നമുക്ക് ഉതകുന്ന കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നതായിരിക്കും. അതൊക്കെ നമുക്ക് നമ്മുടെ കൂടെ വന്ന ആൾക്കാർ അതൊക്കെ അറിഞ്ഞു പെരുമാറണമെങ്കിൽ ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്താലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരോടൊക്കെ ജോയിൻ ചെയ്യാൻ പറയാ. ഇനി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കാം. പിന്നെ ഈ ഒരു സെഷൻ നമുക്ക് വേണ്ടി അവതരിപ്പിക്കാൻ വേണ്ടി വരുന്നത് ഈ നോകളെ എല്ലാം എങ്ങനെ യെസ് ആക്കി മാറ്റാം എന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ട് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ ഗ്രേറ്റ് വിമൽ സാർ ആണ്. നമുക്ക് എല്ലാവർക്കും ഈ പ്ലാറ്റ്ഫോമിൽ നല്ല സുപരിചിതമായ ഒരു മുഖമാണത്. അപ്പം ഈ നമ്മുടെ വെസ്റ്റീജ് ബിസിനസ്സിനെ നെഞ്ചോട് ചേർത്ത് താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖല മാറ്റി വെച്ച് വെസ്റ്റീജിനെ നെഞ്ചോട് ചേർത്തതിന്റെ ഫലമായിട്ട് വെസ്റ്റീജ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ആനുകൂല്യങ്ങളും, ഏതൊക്കെ തരത്തിലുള്ള വരുമാനങ്ങളും എന്തൊക്കെ കാര്യങ്ങൾ വെസ്റ്റീജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ അതൊക്കെ ആസ്വദിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം വിമൽ സാറിനെ നിങ്ങളുടെ എല്ലാവരെയും അനുവാദത്തോടു കൂടി ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വെൽക്കം ചെയ്യാണ്. വെൽക്കം വിമൽ സാർ. താങ്ക് യു ജിമ്യ മാം. പെയ്ത് പെറുക്കായിരുന്നു ജിമ്യ മാം അല്ലെ? മഴ തകർക്കുന്നു എന്ന് പറഞ്ഞു തലശ്ശേരിയിൽ, പക്ഷെ മഴയേക്കാൾ ശക്തിയായിട്ട് ജിമ്യ മാം തകർക്കുന്നുണ്ടായിരുന്നു. താങ്ക് യു വെരി മച്ച് ഫോർ സച്ച് എ വണ്ടർഫുൾ എഡിഫൈഡ് ഇൻവിറ്റേഷൻ. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ എനിക്ക് ഊർജ്ജസ്വലതയോടുകൂടി തന്നെ ഈ പ്രസന്റേഷൻ ചെയ്യാൻ സാധിക്കും.
ജിമ്മി മാം എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും സബ്ജക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാളും ഇമ്പോർട്ടന്റ് കൊടുത്തൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് അറിയില്ല. ആരെങ്കിലും ഒക്കെ ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു വേർഡാണ് ടെക്സ്റ്റ് ചെയ്യാൻ കേട്ടോ. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, കുറച്ച് നേരത്തേക്ക് ഒന്ന് എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും അൺമ്യൂട്ട് ചെയ്യണം നിർബന്ധമൊന്നുമില്ല, എങ്കിലും ആർക്കെങ്കിലും ഒക്കെ 1-2 പേർക്കെങ്കിലും ഒക്കെ പറയാൻ ശേഷം പിന്നെ നിങ്ങൾ എല്ലാവരും മ്യൂട്ട് ചെയ്യുന്നുണ്ടാവും. നമ്മൾ ഏറ്റവും കൂടുതൽ ഫീൽഡിൽ ഇറങ്ങി നമ്മൾ ഫീൽഡിൽ പലപ്പോഴും ഇറങ്ങാൻ തന്നെ മടിക്കുന്നതിന്റെ തന്നെ പിന്നിലെ ഒരു പ്രധാന രഹസ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ജിമ്മിയമ്മ പറഞ്ഞ പോലെ തന്നെ ടു ലിസൺ നോ, റിജക്ഷൻ, റെഫ്യൂസൽ. ഒരുപക്ഷെ ഈ ഓപ്പർച്യൂണിറ്റിയിൽ എന്നെ പരിചയമില്ലാത്തവർക്ക് വേണ്ടി ഞാൻ എന്നെ ഒന്നുകൂടെ ഫോർമലായിട്ട് പരിചയപ്പെടുത്തിയേക്കാം. ഞാൻ വിമൽ, ജോയിൻ ചെയ്യുന്നത് എറണാകുളത്ത് തൃപ്പൂണിത്തുറയിലാണ്. പ്രൊഫഷൻ കൊണ്ടൊരു എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ആയിരുന്നു, യൂണിഫോം സർവീസ് ഇന്ത്യൻ നേവിയിലായിരുന്നു. അതിനുശേഷം ഇന്ന് പാഷനോടുകൂടി വിന്നിംഗ് ടീമുമായിട്ട് കൈകോർത്ത് പിടിച്ചുകൊണ്ട് വെസ്റ്റീജ് ബിസിനസ് സീരിയസ് ആയിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ എന്തായാലും നിങ്ങൾ ഓരോരുത്തരും ഈ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ഈ സമയത്ത് പ്രതികൂല സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞെങ്കിൽ പോലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തൊക്കെയോ എക്സ്പെക്ടേഷൻ കൂടിയാണ് നിങ്ങൾ വന്നേക്കുന്നത്, ആണോ അല്ലേ? അപ്പൊ നിങ്ങൾ എന്തൊക്കെയാണ് എക്സ്പെക്ടേഷൻ എന്നുള്ളത് ഒരുപക്ഷെ ഒരു 3 പേർക്കെങ്കിലും അവസരം തരാം. എന്തായിരിക്കണം ഇന്നത്തെ ഈ പ്രസന്റേഷനിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടേണ്ടത്, അല്ലെങ്കിൽ ഈ ടൈറ്റിൽ വായിച്ചപ്പോൾ ഇന്നത്തെ ഈ സായാഹ്നം ഇതിനുവേണ്ടി മാറ്റി വെക്കണം തീരുമാനിച്ചപ്പോൾ എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ? 3 പേര് ഫാസ്റ്റ് ആയിട്ടുള്ള 3 പേർക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയാം. നിർമ്മല പറഞ്ഞോളൂ, നിങ്ങളുടെ എക്സ്പെക്ടേഷൻ എന്താണെന്ന് നിർമ്മലയ്ക്ക് പറയാം. വരാരാ? ഒരാൾ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്, 2 പേരും കൂടെ ഫാസ്റ്റ് ആയിട്ട്, സമയം കളയരുത്. സെൽഫ് കോൺഫിഡൻസ് കിട്ടും എന്നാണ് ശ്രീജ ശ്രീധരൻ പറയുന്നത്. എനിക്ക് ആത്മവിശ്വാസം കൂടും ഈ പ്രസന്റേഷൻ കഴിയുമ്പോൾ എന്ന് പറഞ്ഞു. ഒരു പരിധി വരെ ഞാൻ ജസ്റ്റിസ് പുലർത്താം. വേറെ ആരെങ്കിലും? ഹലോ, അൺമ്യൂട്ട് ചെയ്യാനുള്ള അവസരമാണ്, 3 പേർക്കേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ പറയുക. വാട്ട് ഈസ് യുവർ എക്സ്പെക്ടേഷൻ? യെസ്, ഷീല മാം. ഗുഡ് മോർണിംഗ് സർ. വെരി ഗുഡ് മോർണിംഗ്. അടുത്ത സ്റ്റേജിലേക്ക് പോകണം എന്നുള്ളതാണ് നെക്സ്റ്റ് ഓപ്ഷൻ. അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ വേണ്ടി എന്ത് കിട്ടും എന്നാണ് പ്രതീക്ഷ? നമ്മൾക്കതൊരു ഇൻസ്പിറേഷൻ ആവും. അതായത് നമ്മൾ റിജക്ഷൻ കേട്ട് നമ്മൾ ഭയന്നായിരിക്കും നിൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ മടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിനൊരു മോട്ടിവേഷൻ കൂടിയായി നമ്മൾക്ക് ഇത് അറ്റൻഡ് ചെയ്യുമ്പോൾ. വേനലിലെ ഒരു ചെറിയ മഴ, ഓക്കെ, വേനലിലെ ഒരു കൊച്ചു മഴയാണ് ശീലമം പ്രതീക്ഷിക്കുന്നത്. കാരണം തകർത്ത് പിടിച്ച് പെയ്യുന്ന നോയ്ക്കിടയിൽ ഒരു എസ് കിട്ടുമോ എന്നുള്ളതാണ്. ഓക്കെ, വെരി ഗുഡ്. ഒരാളും കൂടെ നിങ്ങളുടെ എക്സ്പെക്ടേഷൻ, ഇന്നത്തെ ഈ സായാഹ്നം നമ്മൾ ഒരുമിച്ച് ചെലവഴിക്കുന്ന ഈ ടൈറ്റിൽ നിന്ന് എന്ത് കിട്ടും? ലേഖം പറയൂ. ഗുഡ് മോർണിംഗ് സർ. വെരി ഗുഡ് മോർണിംഗ്. കൊറേ നോ കേട്ടിട്ടാണ് ഇപ്പൊ ഞാനടക്കം നിക്കണത്. കാരണം ഒരുപാട് നോ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഇന്നടക്കം ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ നിന്ന് എനിക്ക് സാറിന്റെ ക്ലാസ് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്. അപ്പോ എനിക്കിന്ന് സാറിൽ നിന്ന് ഒരുപാട് എക്സ്പെക്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ ക്ലാസ്സിന് കയറിയേക്കണത്. എനിക്ക് നല്ല പോയിന്റ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു പോയിന്റ് പറയാമോ? എന്താ പറയാ, ഇൻസ്പിറേഷൻ തന്നെയാണ്, മോട്ടിവേഷൻ ക്ലാസ് ഞാൻ സാറിന്റെ. ചിലപ്പോ എനിക്ക് തോന്നുന്നു ഇന്ന് നിങ്ങളെ ചിലപ്പോൾ ഞാൻ നിരാശപ്പെടുത്തുമെന്ന് തോന്നുന്നു. കാരണം മോട്ടിവേഷൻ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. പ്രധാനമായിട്ടും പ്രാക്ടിക്കൽ ഓറിയന്റേഷൻ ആയിരിക്കും ഈ സെഷൻ. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നോട് സഹകരിക്കുക. ഇനിയും ചെയ്യാനുള്ള എനർജി കിട്ടുമെന്നാണ് കൃഷ്ണവേണി മാഡം പ്രതീക്ഷിക്കുന്നത്. അപ്പൊ എന്തായാലും നിങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ ഞാൻ ശ്രമിക്കാം. എന്തായാലും ഇന്നത്തെ സെഷൻ മോട്ടിവേഷൻ കുറവും പ്രായോഗിക പരിജ്ഞാനം കൂടുതലുമായിരിക്കും, പ്രാക്ടിക്കൽ നോളജ്. അതാണല്ലോ നമുക്ക് വേണ്ടത്. ഒരു പക്ഷേ എല്ലായ്പ്പോഴും കാലത്ത് തൊട്ട് വൈകുന്നേരം വരെ മോട്ടിവേഷൻ മാത്രം. ഒക്കെ പറഞ്ഞു, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ലേഖ പറഞ്ഞത്. നോ കേട്ടിട്ടാണ് കയറി കുത്തിയിരിക്കുന്നത്. അപ്പൊ ഫീൽഡിൽ ഇറങ്ങുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. നോ കേൾക്കാതിരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഒന്നും ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതിരിക്കും. ഇപ്പം ബഹുഭൂരിപക്ഷം പേര് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രക്രിയ ചെയ്താൽ മതി. നമ്മളെ വീട്ടിൽ വന്ന ആരും നോ എന്നും പറയില്ല. നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങി ആരോടെങ്കിലും പ്രപ്പോസലോ പ്രൊജക്റ്റിനോ പറഞ്ഞാലേ നോ പറയുള്ളൂ. അപ്പൊ ബെസ്റ്റ് പരിപാടി നോ കേൾക്കാതിരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം പ്രത്യേകിച്ചൊന്നും ചെയ്യാതിരിക്കുക. നാട്ടുകാർ നമ്മളോട് ഉപദേശിക്കുന്നത് തന്നെയാണല്ലോ, വേണ്ടാത്ത അതിനും ഇതിനൊന്നും പോകണ്ട, അടങ്ങി ഒതുങ്ങി വീട്ടിൽ കുത്തിയിരുന്നൂടെ. എത്ര നല്ലൊരു ഉപദേശമാണെന്ന് നോക്കിയേ, ബ്യൂട്ടിഫുൾ അല്ലേ? പലപ്പോഴും നമ്മുടെ അവസരങ്ങൾ പലരും റിജക്ഷൻ ഒരു വിഷയം അല്ല എന്ന് മനസ്സിലാവും. ഐശ്വര്യ പറഞ്ഞേക്കുന്നത് റിജക്ഷൻ ഒരു പ്രശ്നമേ അല്ല എന്ന് ഈ സെഷൻ കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. അത്രയൊക്കെ ഞാൻ എത്തിക്കുമെന്ന് അറിയില്ല, എങ്കിലും ശ്രമിക്കാം. പക്ഷേ എന്തായാലും ഞാൻ ഇവിടെ കൈകാര്യം ചെയ്യുന്നത് എൻ്റെ ജീവിതത്തിലും ഒരു പക്ഷേ ഈ പ്ലാറ്റ്ഫോമിലുള്ള കുറച്ച് കാലങ്ങളായിട്ട് ഈ ഒബ്ജക്ഷൻ ഇതിനെ സീരിയസ് ആയിട്ട് ഒരു കരിയറായിട്ട് കാണുന്ന വ്യക്തികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന പദങ്ങളെ നിങ്ങൾക്ക് ആസിഡ് ടെസ്റ്റോ ലിറ്റ്മസ് ടെസ്റ്റോ ചെയ്യേണ്ട ആവശ്യമില്ല, പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് പെരുമാറാം. ആ ഗ്യാരണ്ടി ഞാൻ തരാം. കാരണം പ്രവർത്തിച്ച് പരിചയിച്ച് ഫീൽഡിൽ നിന്നും കിട്ടിയ എക്സ്പീരിയൻസിനെ മാത്രമാണ്. നമ്മൾ പലപ്പോഴും പറയുന്നത് നമ്മുടെ ഇതിന്റെ ഒരു മെത്തഡോളജി ഉണ്ട് അല്ലേ, ലേൺ ഡു ആൻഡ് ടീച്ച് എന്നാണ് പറയാറുള്ളത്. അതൊന്ന് ലേൺ ഡു ആൻഡ് ടീച്ച്. പുറത്തോ ലേൺ ആൻഡ് ടീച്ച് ആണ്. ഒരു പ്രൊഫസർ ഒരിക്കലും ബിസിനസ് ചെയ്തിട്ടായിരിക്കില്ല MBA ക്ലാസ് എടുക്കുന്നത്. അദ്ദേഹം പഠിച്ച പാഠം അതുപോലെ തന്നെ പറയുന്നുണ്ടാവും. പക്ഷെ ഇവിടെ വരുമ്പോഴോ പഠിച്ച കാര്യങ്ങൾ ചെയ്തു നോക്കി അവിടെ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസും കൂടെ ചേർത്ത് വേണം സംസാരിക്കും. ആരെ മാത്രമല്ല, ആര് തന്നെ ഈ പ്ലാറ്റ്ഫോമിൽ ഇതുപോലത്തെ സബ്ജക്ട് കൈകാര്യം ചെയ്യുന്നുണ്ടോ അവരെല്ലാം ഡൂ എന്നൊരു പരിപാടി ലേണിനും ടീച്ചിങ്ങിനും ഇടയ്ക്ക് ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് ഞാൻ പറയുന്നതിനകത്ത്
സംശയത്തിന്റെ കണിക പോലും കൊണ്ടുവരാതെ ഉൾക്കൊള്ളാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ച് ഇന്നത്തെ സെഷൻ വളരെ ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് എല്ലാവരും കോമൺ ആയിട്ട് പറയുന്ന കാര്യം ഇന്ന് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ക്ലയൻസ് അല്ലെങ്കിൽ പ്രോസ്പെക്ട്സ് സ്മാർട്ട് ആണെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയുള്ളവർ മാത്രം വൈന്നൊന്ന് ടൈപ്പ് ചെയ്ത് ഇന്നത്തെ സ്മാർട്ട് ആണ്. ഇന്ന് നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന വ്യക്തികളെല്ലാം റിയലി ദേ ആർ സ്മാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മാർട്ട് കസ്റ്റമേഴ്സിനെ സ്മാർട്ട് പ്രോസ്പെക്ട്സിനെയാണ് നിങ്ങൾ ഡെയിലി ബേസിസ് മീറ്റ് ചെയ്യുന്നത് തോന്നുന്നൊരു മാത്രമാണ്. ശ്രീ രാജു സോവാൻ ഓൾറെഡി പറഞ്ഞു. അപ്പൊ നല്ലൊരു ശതമാനം ആൾക്കാരും ഇന്ന് കൈകാര്യം ചെയ്യുന്നത് സ്മാർട്ട് കസ്റ്റമേഴ്സിനെ അല്ലെ സ്മാർട്ട് പ്രോസ്പെക്ട്സിനെ. കാരണം അവർക്ക് നല്ല അവയർനെസ് ഉണ്ട്. അപ്പൊ പഴയ മെത്തഡോളജി ഒന്നും ഇവിടെ വർക്ക് ചെയ്യണം. നിജു സാറൊക്കെ ഉണ്ട് പ്ലാറ്റ്ഫോമിൽ. അപ്പൊ തീർച്ചയായിട്ടും ആ മെത്തഡോളജി വർക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമ്മൾ പണ്ട് പറയാറുണ്ട് കൂടുതൽ വാചാൽ പഠിക്കുന്ന വ്യക്തികളെ, ഇപ്പൊ നിങ്ങൾ തന്നെ നിങ്ങളുടെ വീട്ടിൽ തന്നെ ആരെങ്കിലും കൂടുതൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞായാലും നമ്മൾ പറയുന്നൊരു ഡയലോഗ് ഇല്ല, ഇവിടെ വല്ല സെയിൽസിൽ വിട്ടാൽ കൊള്ളാം, അല്ലെങ്കിൽ ഇവിടെ അഡ്വക്കേറ്റ് ആക്കിയാൽ കൊള്ളാം. അതായത് വാചകോടി വേണ്ട രണ്ട് പ്രൊഫഷനാണ് അത്രേ സെയിൽസും അഡ്വക്കേറ്റും എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ദയവ് ചെയ്ത് അതൊക്കെ കഴിഞ്ഞ കാലഘട്ടത്തിന്റെ ആവശ്യഘട്ടങ്ങളുണ്ട്. കാലം മാറി. കസ്റ്റമേഴ്സ് നിങ്ങൾ കുറച്ചുപേരും കൂടെ ക്യാമറ ഓൺ ചെയ്ത് എനിക്ക് കുറച്ചുകൂടെ എന്തൂസിയാസം കൂടെ. വെരി ഗുഡ്. പ്രഭാരസന്റെ കണ്ടില്ലല്ലോ എന്ന് വിചാരിക്കും. അപ്പോൾ കുറച്ചുപേർ അങ്ങനെ ക്യാമറ ഓൺ ചെയ്യുക. അപ്പൊ ഷാജി മിത്തൽ സാർ വെരി ഗുഡ്. അപ്പം ദയവ് ചെയ്ത് നിങ്ങൾ കുറച്ച് കൂടുതൽ ക്യാമറ ചെയ്ത് എന്താ കഴിഞ്ഞാൽ ഞാൻ ഓഡിയൻസിനെ നോക്കി സംസാരിക്കും. ഇപ്പൊ സംസാരിക്കുന്ന ഇരുട്ടിനെ നോക്കിയോ ജിമ്മിയെ മാത്രം നോക്കിയോ സംസാരിക്കും, അല്ലെങ്കിൽ കൃഷ്ണവേണി മാഡത്തിനെ മാത്രം. അപ്പം കൂടുതൽ ആളുകൾ അതിനകത്ത് ക്യാമറ ഓൺ ചെയ്യും. വെരി ഗുഡ്. താങ്ക് യു ഫോർ ദ ക്വസ്റ്റൻ. ഇടയ്ക്ക് ഓഫ് ചെയ്യരുത്. ഞാൻ നല്ല ഫോമിലേക്ക് പോയേക്കരുത്. അത് ഓൺ ചെയ്ത് തന്നെ ചെയ്യും. അപ്പൊ ബേസിക്കലി ഇന്ന് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ നമ്മൾ മീറ്റ് ചെയ്യുന്ന പ്രോസ്പെക്ട്സ് വളരെ സ്മാർട്ടാണ്. ദേ ആർ വെൽ അവെയർ അബൌട്ട് ഇറ്റ്. നിങ്ങൾ അറിയുന്ന പല കാര്യങ്ങളും അവർക്കറിയാം. അവർ മുൻകൂട്ടി അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ചർച്ചയ്ക്ക് ചെല്ലുന്നത്. അതുകൊണ്ട് വാചകപടി ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമല്ല. ദയവ് ചെയ്ത് തിരുത്തി വായിക്കുക. നാളെ ഇതുവരെ നിങ്ങൾ വിചാരിച്ച് ധരിച്ചു വെച്ചിരുന്നുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണയാണ്. ഇന്ന് എത്രമാത്രം സംസാരിക്കുന്ന ഒരു വ്യക്തി അല്ല സ്മാർട്ട് ബിസിനസ്മാൻ. ആദ്യം തന്നെ നിങ്ങളുടെ ആ ജാള്യത എടുത്ത് കളയുക. എന്തിന്റെ ഞാനൊരു സെയിൽസ്മാൻ ആണെന്നോ ബിസിനസ്മാൻ ആണെന്നോ പറയുന്നവരോട് ജാള്യത ഉണ്ടെങ്കിൽ അത് ഈ ഓപ്പർച്യൂണിറ്റിയിൽ നടക്കില്ല. എനിക്കത് ഉണ്ടായിരുന്ന കൂട്ടത്തിലാണ്. പൂർണ്ണമായിട്ടും ഞാൻ അതിൽ വിടുതൽ നേടിയോന്ന് എനിക്ക് അറിയില്ല. എന്നാൽ പോലും ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നുള്ള ഒരു മോചനത്തിന് വേണ്ടിയാണ്. നിങ്ങളും അതിനുവേണ്ടി ശ്രമിക്കുക. കാരണം സെയിൽസ് ഇസ് ദ ബെസ്റ്റ് പ്രൊഫഷൻ എന്ന് നിങ്ങൾക്ക് എന്ന് മനസ്സിൽ തട്ടുന്നോ അന്ന് തൊട്ട് മാത്രമേ ഈ ഓപ്പർച്യൂണിറ്റിയിൽ വിചാരിച്ച രീതിയിലുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാവും. കാരണം നല്ല പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിട്ടും നല്ലൊരു അവസരം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിട്ടും നിങ്ങളത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ഒരു സോഷ്യൽ ഇൻജസ്റ്റിസ് ആണ്. യു ആർ ഡൂയിങ് എ ക്രൈം. നിങ്ങളൊരു ക്രിമിനൽ നേച്ചറുള്ള വർക്കാണ് ചെയ്യുന്നത്. കാരണം ഇത്രയ്ക്ക് നല്ലൊരു അവസരം കിട്ടി, ഇത്രയ്ക്ക് നല്ല ഉൽപ്പന്നങ്ങൾ കയ്യിൽ കിട്ടി, പക്ഷെ എന്നിട്ടും ആളുകളിലേക്ക് റീച്ച് ഔട്ട് ചെയ്യുന്നില്ല. നമുക്ക് കിട്ടിയ അസുലഭ സന്ദർഭത്തെ പറ്റി ഒന്ന് ഓർത്ത് നോക്കി. അപ്പൊ അവിടെ നമ്മളിൽ വരുന്ന കുറെ മാറ്റങ്ങളാണ് ഞാനിവിടെ പ്രതിപാദ്യമാക്കുന്നത്. ഞാൻ അതിനൊരു സ്ലൈഡ് പ്രസന്റേഷൻ റെഡി ആക്കിയിട്ടുണ്ട് ഡെഡിക്കേറ്റഡ്ലി ഫോർ ദിസ് ഈവനിങ്. ഇന്നത്തെ ഈ സായാഹ്നത്തിനോട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഡെഡിക്കേറ്റഡ് ടു ഓൾ ദാറ്റ് പീപ്പിൾ ഹു ആർ വെരി ഈഗർ. മാത്രമല്ല ഞാൻ ചെയ്യാൻ പോകുന്ന സെഷനിൽ എന്തെങ്കിലും കാമ്പ് ഉണ്ടാവും എന്ന് പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന നിങ്ങളെ ഒരിക്കലും വിഷമിപ്പിക്കാതിരിക്കാൻ ഞാൻ വളരെ സെൻസിബിൾ ആയിട്ട് ഓഡിയോ വിഷ്വൽ ഇമ്പാക്ട് ആകെ എനിക്ക് വേണ്ട നിങ്ങളുടെ സപ്പോർട്ട്. ഒന്ന് ക്യാമറ ഓൺ ചെയ്ത് ഓഫ് ചെയ്യരുത്. രണ്ടാമത്തേത് ചാറ്റ് ബോക്സിൽ ഇടാൻ കമന്റ്സുകളൊക്കെ ഇട്ടുകൊണ്ടേയിരിക്കുക. അപ്പൊ ഞാനത് വായിക്കുന്നുണ്ടാവും. അതിലൂടെ എനിക്കും കുറച്ച് ഇൻസ്പിറേഷൻ കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ സബ്ജക്ട് ഇങ്ങനെ കൈകാര്യം ചെയ്യാം. അതായത് ഫുൾ സ്ക്രീനിൽ കാണുന്നുണ്ടോ എന്ന് ജിമ്മി ഒന്ന് നോക്കിക്കോണം. ഫുൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ അല്ലേ? ഹാൻഡ്ലിംഗ് ഒബ്ജെക്ഷൻസ് ഇൻ സെയിൽസ്. ഇതാണ് നമ്മുടെ ടോപ്പിക്കിന്റെ ശരിക്കുള്ള പേര്. പിന്നെ ടൈറ്റിലിനകത്ത് നമ്മൾ ചേർത്തൊരു പദം ഉണ്ടായിരുന്നു, ഹൗ വി ക്യാൻ ലിസൺ യെസ് ഫ്രം നോ. എന്നും ഒന്ന് കേട്ടോണ്ടിരിക്കുന്ന നോയിൽ നിന്നും എങ്ങനെ യെസ് കേൾക്കാം. ജിമ്മി ക്ലിയർ ആണല്ലോ? ഫുൾ സ്ക്രീൻ അല്ലേ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. ഇനി എനിക്ക് ഇത് കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് നെറ്റ് കുറവായത് ഓപ്പൺ ആയില്ല. സ്ലൈഡ് ഓപ്പൺ ആയില്ല. ഓപ്പൺ ആയില്ല, സോറി. അതാണ്, അത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ പെട്ടുപോയത്. കണ്ടോ, ഇപ്പൊ തന്നെ ഞാൻ എല്ലാം കാണാമെന്നുള്ള ധാരണയെ സംസാരിച്ചുകൊണ്ടിരുന്നേനെ. ഓക്കെ, ഇനിയിപ്പോ കാണാം. റൈറ്റ്, ഇപ്പൊ ഫുൾ സ്ക്രീൻ ആണോ എന്ന് നോക്കിയാലോ ഷാജി? ഓക്കെ സർ, ഓക്കെ. ഫാന്റാസ്റ്റിക്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിന്റെ പേരാണ് ഹാൻഡ്ലിംഗ് ഒബ്ജെക്ഷൻസ് ഇൻ സെയിൽസ്. ഒരുപക്ഷെ നിങ്ങളും ഞാനും ഒക്കെ വ്യത്യസ്തമായ മേഖലയിൽ നിന്ന് ചേക്കേറിയവരാണ്. ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത പോലെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു പഴയ ചരിത്രമുണ്ട്. അവിടെ നിന്നാണ് നമ്മളെല്ലാവരും ഒരേ തൂവൽ പക്ഷികളായി മാറിക്കൊണ്ട് ഇന്ന് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്കറിയാത്ത അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ചില പ്രവൃത്തികളാണ് നമ്മൾ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. അതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കി എനിക്കുണ്ടാക്കിയ നിങ്ങൾക്കിപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് റിജക്ഷൻ അഥവാ റെഫ്യൂസൽ. അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മുടെ മുഖത്ത് നോക്കി നമ്മൾ വെക്കുന്ന പ്രൊപ്പോസലിനോട് നോ പറയുക. നമ്മളൊരു പ്രൊഡക്റ്റോ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മുഖത്ത് നോക്കി അവർ അപ്പം തന്നെ നോ എന്ന് പറയുന്നത് ഉൾക്കൊള്ളാനുള്ള ഒരു വിമുഖതയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ദോഷം ഉണ്ടാകുന്നത്. എസ് എന്നാണെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്യാം.
അപ്പം ഈ സംഗതിയാണ് നമ്മളിത് കൈകാര്യം ചെയ്യുന്നത്. അതിനെ ഞാൻ ഇങ്ങനെ പ്രതിപാദിക്കാം. ഈ ചിത്രങ്ങൾ പ്രതിനിധീകരിക്കുന്ന അത് തന്നെ. അതായത് വെരി ഗുഡ്, നല്ല റെസ്പോൺസ് ചെയ്യുന്നുണ്ട് ആളുകൾ, വളരെ നന്നായിട്ടുണ്ട്. എന്റെ ഓഡിയോ ഡിസ്റ്റോർട്ട് എല്ലാം തോന്നുന്നു. ഇച്ചിരി മുമ്പ് ജിമ്മി പറഞ്ഞ പോലെ ഇവിടെ തകർത്ത് മഴ പെയ്യാൻ തുടങ്ങി. ആദ്യം ജിമ്മി പറഞ്ഞിട്ട് തമാശ തോന്നിയെങ്കിലും ഇപ്പം എറണാകുളത്ത് പരക്കെ ശക്തമായ മഴയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്റെ ഓഡിയോ ക്ലിയർ ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നു. അപ്പൊ നമുക്ക് വേണ്ടത് യെസ് ആണ്. അല്ലെങ്കിൽ നമ്മൾ ഒരാളെ പ്രൊജക്റ്റോ പ്രൊഡക്റ്റോ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ ഈ പറയുന്ന സമയത്ത് ഇത് രണ്ടും പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാത്രമുള്ള ഒരു അവസരമാണ് പ്രൊഡക്റ്റ് കൊടുക്കുന്നതിനോടൊപ്പം പ്രൊജക്റ്റും വിൽക്കാം. ഒരു ഇൻഷുറൻസ് പോളിസി വിൽക്കാൻ പോകുന്ന വ്യക്തിക്ക് ഇൻഷുറൻസ് കമ്പനിയെ വിൽക്കാൻ പറ്റില്ല. വേറെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ പോകുന്ന പാർട്ടിക്ക് ആ പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റും. പക്ഷെ നമ്മൾ വിൽക്കുന്ന ഗ്ലൂക്കോസോമിനോടൊപ്പമോ പ്രോട്ടീൻ പൗഡറിനോടൊപ്പമോ അല്ലെങ്കിൽ സ്പിരുലിനോടൊപ്പമോ നമുക്ക് വെസ്റ്റിൽ നിന്നുള്ള കമ്പനിയെ കൂടി വിൽക്കാം. അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രിവിലേജും അവർ കൂടെ കൊടുക്കാം. ഇത് നമുക്ക് മാത്രമുള്ള ഒരു അവസരമാണെന്ന് ഓർമ്മ വേണം. അതായത് വി ആർ മോർ ഇൻട്രസ്റ്റഡ് ഓൺ ദം ടു ബി പാർട്ണർ വിത്ത് അസ് rather than a customer. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, വെറും ഒരു ഉപഭോക്താവാകുന്നതിന് പകരം എന്തുകൊണ്ട് ഇതിന്റെ ഗുണഭോക്താവായി കൂടാ? ഇൻസ്റ്റെഡ് ഓഫ് ബീങ് എ കൺസ്യൂമർ, വൈ കാൻഡ് യു ബിക്കം എ പ്രൊസ്യൂമർ, പ്രോഫിറ്റ് മേക്കിംഗ് കൺസ്യൂമർ? അവിടെ നിന്ന് ഒരു ഇൻഡിപെൻഡന്റ് ബിസിനസ് ഓണറിലേക്ക് പോകും. അപ്പൊ ഇവിടെ നമ്മൾ ഈ കാണുന്ന ചിത്രങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. ഒബ്ജക്ഷൻസ് പടുത്തുയർത്തിയിട്ടുണ്ടാവാം. പക്ഷെ നമ്മൾ നോക്കേണ്ടത് ഈ ഒബ്ജക്ഷനെ ഒന്നുകിൽ ബൈപ്പാസ് ചെയ്യുകയോ അവോയ്ഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ പെനിട്രേറ്റ് ചെയ്ത് പോകാനോ വരിക. രണ്ടാമത്തെ ചിത്രം പ്രചാരണം ചെയ്യുന്ന ശ്രദ്ധിക്കുകയാണ്. പലപ്പോഴും നോ എന്ന് പറയാനുള്ള താല്പര്യത്തോടെ ഇരിക്കുന്ന പ്രോസ്പെക്റ്റിന്റെ മുമ്പിൽ നിങ്ങൾക്ക് ഒരു എസ് എങ്ങനെ മേടിച്ചെടുക്കുക? ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം, ഇത് വെറും തിയറി പാർട്ടിൽ കൂടെ അല്ലെങ്കിൽ സ്വിമ്മിങ് ബൈപോസ്റ്റ് പഠിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു പരിഹാസമുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫീൽഡിൽ ഇറങ്ങി പ്രവർത്തിച്ചാലേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ മെച്ചം ഉണ്ടാകാൻ പറ്റും, ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ദയവ് ചെയ്ത് അപ്ലൈൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇന്ന് കാലത്ത് മിറാക്കിൾ മോർണിംഗിനകത്ത് ആ സബ്ജക്റ്റിനെ പറ്റി വളരെ മനോഹരമായിട്ട് സംസാരിച്ചിരുന്നു. അപ്ലൈൻ എന്നുള്ള ഒരു ഗുണം ഉള്ളത് കൊണ്ട് തന്നെ അപ്ലൈൻ എല്ലാം കേട്ടോളും, അപ്ലൈൻ ചെയ്തു തന്നോളും എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ് പഠിക്കില്ല. അപ്ലൈൻ കൂടെ ഉണ്ടെങ്കിൽ അതൊരു ബ്ലെസ്സിങ്, ഇല്ലെങ്കിൽ അതിനേക്കാൾ നല്ലത്. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ഒരു ലീഡറായിട്ട് വരുന്ന സമയത്തും നിങ്ങൾ ഒരു അപ്ലൈൻ ആണെന്നുള്ള ബോധ്യം വേണം. ആ സമയത്ത് നമ്മളും ഇത് പഠിച്ച് വ്യത്യസ്തമാകും. അതിന് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിന് കറസ്പോണ്ടൻസ് കോഴ്സ് ഇല്ല. ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുന്നത് താല്പര്യം ജനിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഓക്കെ, റെഡിയാണോ? റെഡി ആണെങ്കിൽ എസ് ഒന്നുകൂടെ ടൈപ്പ് ചെയ്തേരാം. യെസ്, റെഡി ഫോർ ദ ഷോ. ഞാൻ റെഡിയാണ്. ഞാൻ ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടാവും. വോയിസ് ഡിസ്റ്റർബ് ആവുന്നുണ്ട് അല്ലേ? വോയിസ് ക്ലിയർ അല്ല. അതിപ്പോ ശരിയാവുന്നുണ്ടോ? ഇപ്പം മഴയ്ക്ക് കുറച്ചൊരു ശമനം കാണുന്നുണ്ട്. ഇപ്പൊ ശരിയാവുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എസ് എന്ന് പറഞ്ഞാൽ എനിക്കിവിടെ കേൾക്കുന്നുണ്ട്. ഇത്ര നേരം കേൾക്കുന്നില്ലായിരുന്നു സാർ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഓക്കെ, ഞാൻ നിങ്ങളുടെ കമന്റ്സുകൾ നോക്കുന്നുണ്ട്. അതുകൊണ്ട് മാക്സിമം ആളുകൾ കമന്റ്സും കൂടി ഇട്ടാൽ എനിക്ക് രണ്ട് കാര്യം മനസ്സിലാവും. നിങ്ങളോട് എന്നോടൊപ്പം ഉണ്ടെന്നും ഞാൻ ചെയ്യുന്നത് സക്സസ് ആണെന്നും മീനിങ് ഫുൾ ആണെന്നും എനിക്ക് മനസ്സിലാവും. അപ്പൊ ഞാൻ ആദ്യത്തെ സൈഡിലേക്ക് പോവാം. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? ഇതാണ് ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ്. അതിന്റെ ഒരു പ്രധാന പ്രശ്നം എന്താ? നമുക്കറിയാത്ത, ഞാൻ ഈ പറയുന്നത് ഒന്നും ചുമ്മാ നിരത്തുന്നതല്ല, വസ്തുതകളെ ആധാരമാക്കിയാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്നെ സംശയിക്കരുത്. ഞാൻ വസ്തുതകളെ ആധാരമാക്കി മാത്രമാണ് സംസാരിക്കുന്നത്. ഹൗ മെനി നോസ് ടു ഗെറ്റ് എ യെസ്. അതുകൊണ്ടാണ് ആ ടൈറ്റിലിന് നമ്മൾ ഇങ്ങനെയും കൂടെ ഒരു പേര് കൊടുത്തു, ഹൗ ടു ഗെറ്റ് യെസ് ഔട്ട് ഓഫ് നോ. നോയിൽ നിന്നും എങ്ങനെ യെസ് കേൾക്കാൻ പറ്റും. അപ്പൊ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു പ്രോസ്പെക്ട്, നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന വ്യക്തി, നിങ്ങൾ അദ്ദേഹത്തിനോട് പ്രൊഡക്റ്റോ പ്രൊജക്റ്റോ എന്തെങ്കിലും പ്രൊപ്പോസ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം നോ പറയാനുള്ള സാധ്യത എന്തുമാത്രം ഉണ്ടെന്നൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതല്ലേ? അതാണ് ഹൗ മെനി നോസ്. എത്ര നോ കേട്ട് കഴിയുമ്പോഴാണ് ഒരു എസ് കേൾക്കുക? അതിനുള്ള ഉത്തരം ഇങ്ങനെയാണ് പറയുന്നത്. 92% ഓഫ് ദ പീപ്പിൾ, അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യുന്ന വ്യക്തികൾ, പ്രസന്റർ, നിങ്ങൾ ഞാനും പ്രസന്റേഴ്സ് ആണ് അല്ലേ? ആരാണോ ഈ ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യുന്നത്, ഹു ഹോൾഡ് ദ മാർക്കർ എന്ന് പറയും. ഹു ഹോൾഡ് ദ മാർക്കർ ഹി ഓൺസ് ദ ബിസിനസ് എന്ന് പറയാം. ആരാണോ മാർക്കർ കയ്യിൽ എടുക്കുന്നത് അയാളെയാണ് ഈ ബിസിനസ്. മാർക്കർ തന്നെ എടുക്കണമെന്ന് നിർബന്ധമില്ല, പേന എടുത്താലും മതി. പക്ഷെ എന്ന് പറഞ്ഞാൽ പ്ലാൻ കാണിക്കുന്ന വ്യക്തികളുടെയാണ് ഈ ബിസിനസ്, അല്ലാതെ അവരുടെ അപ്ലൈൻ്റെ അല്ല, അല്ലെങ്കിൽ അപ്ലൈൻ്റെ. അപ്പൊ 92% ഓഫ് സെയിൽസ് പീപ്പിൾ ഗിവ് അപ്പ് ആഫ്റ്റർ ലിസണിങ് 4 നോസ്. 4 നോ കേട്ട് കഴിയുമ്പോൾ വേണ്ടാന്ന് വെക്കുന്നവരാണ് ബഹുഭൂരിപക്ഷവും സെയിൽസ് പീപ്പിൾ എന്നാണ് ശാസ്ത്രീയ പഠനങ്ങൾ പറയുന്നത്. ഇതിനെപ്പറ്റി നിരവധി പഠനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെയൊക്കെ ആധാരമാക്കി പറയുന്നത് 4 നോ കേട്ട് കഴിയുമ്പോൾ തന്നെ മിക്കവാറും നമ്മുടെ ആദ്യത്തെ പ്രവേഗമൊക്കെ അങ്ങ് തീരും. ക്ലിയർ ആണോ? പക്ഷെ യെസ് കിട്ടും. എപ്പോഴാണെന്നറിയോ? ഇതാണ് അതിന്റെ പ്രൊപ്പോർഷൻ. ആ യെസ്സിന് വേണ്ടിയുള്ള ഓട്ടം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ 80% ഓഫ് ദ പ്രോസ്പെക്ട്സ്, 80% പ്രോസ്പെക്ട്സും യെസ് പറയും. ഇപ്പോൾ 4 പ്രാവശ്യം നോ പറഞ്ഞ ശേഷം.
പക്ഷെ അതുവരെ വെയിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാവകാശമുണ്ടോ? ഓർ ആർ യു റെഡി ടു ഗോ ടു ദ 5th person? 4 നോ കഴിയുമ്പോൾ ഒരു 5ാമത്തെ യെസ് കേൾക്കാനുള്ള ഓട്ടത്തിലാണോ നിങ്ങൾ? അതോ ആ 4 പേര് നോ പറഞ്ഞതിനെ അപഗ്രഥനം ചെയ്തുകൊണ്ടിരിക്കുകയാണോ? പലരും ചെയ്യുന്നത് കിട്ടിയ നോ എന്നാലും എന്റെ മുഖത്ത് നോക്കി പറഞ്ഞില്ലേ, എന്നോടുള്ള ബന്ധം പോയില്ലേ. സി, നിങ്ങളോടല്ല. ഇറ്റ് ഈസ് നോട്ട് എ പേഴ്സണൽ റിജക്ഷൻ, ഇറ്റ് ഈസ് എ ബിസിനസ് പ്രൊപ്പോസിഷൻ ആണ്. നിങ്ങൾ മുമ്പോട്ട് വെച്ച ബിസിനസ് പ്രൊപ്പോസിഷനോടാണ് നോ എന്ന് പറഞ്ഞത്. ദയവ് ചെയ്ത് അത് പേഴ്സണലായിട്ട് എടുക്കരുത്. അപ്പം ആ ഒരു ആറ്റിറ്റ്യൂഡ് വളർത്തിയെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം 80% ഓഫ് ദ പ്രോസ്പെക്ട്സ്, 80% പ്രോസ്പെക്ട്സ് നിങ്ങൾ കാണിക്കുന്ന പ്ലാനോ പ്രൊജക്റ്റോ എന്തെങ്കിലും പ്രൊപ്പോസ് ചെയ്യുന്ന സമയത്ത് അവർ മിക്കവാറും യെസ് പറയാൻ ചാൻസ് 3-4 പ്രാവശ്യം നോ പറഞ്ഞിട്ടായിരിക്കും. അതൊരു വ്യക്തിയുടെ കാര്യത്തിലാവാം, നിരന്തരമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ. ഇച്ചിരി മുമ്പ് ലേഖ പറഞ്ഞു, ഇന്നിപ്പോ നോ പറഞ്ഞിട്ടൊക്കെ കേട്ടിട്ടാ വന്നു കയറിയപ്പോൾ. തീർച്ചയായിട്ടും ഒരു യെസ്സിലേക്കുള്ള സ്റ്റെപ്പാണ് നോ എന്ന് ഓർക്കുക. Every time when you listen and know, understand that there is a yes waiting for you. But are you proceeding? Are you continuing? അതോ നിങ്ങൾ അതോടുകൂടി മനസ്സ് തകർന്ന് അപ്ലൈനോടുള്ള ഫോണും എടുക്കാതെ ഇനി ഞാൻ പോകുന്ന പ്രശ്നം ഒതുക്കില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊന്നും നോക്കാം. നിങ്ങൾക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ ആണ്. ഞാൻ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള നമ്മുടെ പ്രൊജക്റ്റുമായിട്ട് ചേർന്ന് വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പ്രതിപാദിക്കുന്നുള്ളൂ. സാധാരണ ഗതിയിൽ കാണുന്ന ഒരു ബിസിനസ് ഹാൻഡിലിംഗ് അല്ല ഞാൻ ചെയ്യുന്നത്. ഡയറക്ട് സെൽ ഇൻഡസ്ട്രി, അത് പ്രൊഡക്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള എത്തിക്കൽ ആയിട്ടുള്ള ഒരു കമ്പനി, പ്രൊഡക്ട്സുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു കമ്പനി, വെസ്റ്റീജ് പോലത്തെ ലോകോത്തര ഉൽപ്പന്നങ്ങൾ ലോക വിപണിയിൽ എത്തിക്കുന്ന ഒരു കമ്പനിയുടെ 5 കോമൺ സെയിൽസ് ഒബ്ജക്ഷൻ ആണ് ഞാൻ പറയാൻ പോകുന്നത്. 5 ഒബ്ജക്ഷൻസും അതെങ്ങനെ കൈകാര്യം ചെയ്യാം നിങ്ങൾക്ക് വളരെ ഗുണകരമാവും. സാധാരണ ഇതിൽ നിങ്ങൾ കേട്ടിട്ടുള്ളതും ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നതും ഇതേ ഒബ്ജക്ഷനാണ്. ഏതൊക്കെയാണ്? ഓക്കെ, നിങ്ങളുടെ ഈ പ്രൊജക്റ്റോ അല്ലെങ്കിൽ പ്രൊഡക്റ്റോ തൽക്കാലം ആവശ്യമില്ല, കാരണം ഞങ്ങൾ അല്ലെങ്കിൽ നല്ല ജോലിയിലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്, നല്ല വരുമാനമുണ്ട്, എനിക്ക് ശാരീരികമായി പ്രശ്നങ്ങളൊന്നുമില്ല, എന്റെ കൃഷി നന്നായി നടക്കുന്നു, എനിക്ക് സൗന്ദര്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റുകളും അല്ലെ പ്രൊജക്റ്റും പറയുന്ന സന്ദർഭത്തിൽ ആദ്യം തന്നെ പറയുന്ന ഒരു ഒബ്ജക്ഷൻ ആണ്, ഞങ്ങൾക്ക് ഇതിനൊന്നും തൽക്കാലം ആവശ്യമില്ല. രണ്ടാമത്, ദ പ്രൈസ് ഈസ് ടു ഹൈ. എന്തൊരു വിലയാണ് ഇത്! നിങ്ങളുടെ ലിക്വിഡ് ഡിറ്റർജന്റിന് അൾട്രാ ഇതിന്റെ വില 500 രൂപയാണ്. 500 ml 500 രൂപയാണ്. നിങ്ങളുടെ പ്രോട്ടീൻ പൗഡറിന് ഇത്രയും വിലയോ, നിങ്ങളുടെ സ്പിരിറ്റിന് ഈ വിലയോ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അതൊരു ഒബ്ജക്ഷൻ ആണ്. അതിനെ നിങ്ങൾ നിസ്സാരമായി കരുതണ്ട, അതൊരു ഒബ്ജക്ഷൻ തന്നെയാണ്. നിങ്ങൾ എല്ലാവരും സെയിം ആണ്. ഇച്ചിരി മുമ്പ് വേറൊരാൾ പറഞ്ഞത് ഏതാണ്ട് ഇതുപോലത്തെ ഒരു പ്രൊപ്പോസൽ ആണ്. എന്താണ് ഇതിന് വ്യത്യാസം? ഇത് പലപ്പോഴും നിങ്ങൾ കേൾക്കാറുണ്ട്. ഡയറക്ട് സെൽ ഇൻഡസ്ട്രി നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്നതാണ്. കഴിഞ്ഞ ആഴ്ചയും എൻ്റെ ഒരു ബന്ധു വന്നു, എൻ്റെ ഒരു സുഹൃത്ത് വന്നു, ഏതാണ്ട് ഇതുപോലത്തെ ഒരു സംഗതിയെ പറ്റി പറഞ്ഞു. അയാളും കുറെ പ്രൊഡക്റ്റ് എടുത്ത് മുമ്പിൽ വെച്ചു, കാറ് കിട്ടും, വീട് കിട്ടും എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ കേൾക്കാവുന്ന ഒരു ഒബ്ജക്ഷനാണ്. യെസ് ഓർ നോ? മറ്റൊരു ഒബ്ജക്ഷനാണ്, നിങ്ങൾ ആ ഇൻഫോർമേഷൻ ഇപ്പം എനിക്കൊന്ന് അയച്ചു തന്നായിരുന്നു, നിങ്ങൾ എനിക്കൊരു PDF ഫോർമാറ്റിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു മെയിലിലേക്ക് എനിക്ക് വിട്ടു തന്നേരം ഞാൻ നോക്കിക്കോളാം. ഇത് നമ്മളെ ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്നൊരു ഒബ്ജക്ഷൻ ആണെന്ന് നിങ്ങൾ തിരിക്കുക. പേരാണോ? നിങ്ങൾ എത്രയും വലിയ 400-430 പ്രൊഡക്ട്സ് ഉള്ള ഒരു കാറ്റലോഗ് അയച്ചു കൊടുത്തുകൊണ്ട് അവർ സെലക്ട് ചെയ്യുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ പറയുന്ന റോഡ് മാപ്പ് ടു സക്സസിന്റെ ഒരു ഡിജിറ്റൽ ഫോർമാറ്റ് കൊടുത്താൽ അവർ മറിച്ചു നോക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? സാധ്യത വളരെ കുറവാണ്. ഇപ്പോഴും എന്റെ സൗണ്ടിന് ചെറിയ ഡിസ്റ്റോർഷൻ സംഭവിച്ചിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. എങ്കിലും ഞാൻ ഒച്ചയെടുത്ത് സംസാരിക്കുന്നുണ്ട്. കാരണം ഞാൻ വീണ്ടും പറഞ്ഞു, മഴ ശക്തിയായിട്ട് തകർത്തു വാരുകയാണ്. അപ്പം ഈ ഒബ്ജക്ഷൻ കൂടാതെ ഇനി ഒബ്ജക്ഷൻ വേണമെങ്കിൽ ഇതും പിടിച്ചു. ഇത് ഇപ്പോൾ തൽക്കാലം എനിക്ക് മുൻതൂക്കമുള്ള ഒരു കാര്യമല്ല. ഞാൻ ആൾറെഡി പ്രീ എൻഗേജ്ഡ് ആണ്. ഞാൻ വളരെയധികം ടൈറ്റ് ഷെഡ്യൂൾ ഓടുന്ന ആളാണ്. എനിക്ക് തൽക്കാലം നിങ്ങൾ ഈ പറഞ്ഞ കാര്യം നോക്കാനുള്ള സമയവും സാവകാശവും ഇല്ല. ഇത് ഒബ്ജക്ഷനാണ്. അപ്പം ഇതും ഇതിനേക്കാൾ ചെറുതായ ഡിസ്റ്റർബൻസ് ഉണ്ടെന്നാണ് ജിമ്മിയെ പറയുന്നത്. ഓക്കെ, ഞാൻ ഒച്ച കസറുന്നുണ്ട്, തൊണ്ട വലിച്ചു കീറുന്നുണ്ട്, എങ്കിലും കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കും. അപ്പൊ ഈ സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന കുറച്ച് ഒബ്ജക്ഷൻസ് ആണ് ഞാൻ ഇട്ടേക്കുന്നത്. ഇതിലും വ്യത്യസ്തമായിട്ടുള്ളത് നിങ്ങൾ ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവും. ഒബ്ജക്ഷൻസ് ആരോ നീത്തോ രതീഷ് എന്നുള്ളത് കളിക്കുന്നുണ്ട്. കുട്ടിയുടെ കയ്യിലാണ് ഇരിക്കുന്നതെന്ന് തോന്നുന്നു. മൊബൈൽ കുട്ടിയുടെ കയ്യിലാണ്, ഒന്ന് ശ്രദ്ധിക്കുക. നീത്തു വരയ്ക്കുന്നുണ്ട്, സ്ക്രീനിൽ വരയ്ക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന ഒബ്ജക്ഷൻസ്. നമുക്ക് ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാന്നുള്ളതും കൂടെ നമ്മൾ അറിയണമല്ലോ. അപ്പൊ നമ്മുടെ ഉദ്ദേശവും ഇന്നത്തെ ഈ സായാഹ്നത്തിന്റെ ഒത്തുചേരലും ഇതിനെ എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യും, എങ്ങനെ ഈ ഒബ്ജക്ഷൻസിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യും. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു
ക്ലിയർ ഉണ്ട്? അതാണ് 4 P's ഇൻ സെയിൽ. 4 P's എന്ന് പറഞ്ഞാൽ 4 കഷ്ണം എന്നുള്ള അർത്ഥം തന്നെയാണ്, അല്ലെങ്കിൽ 4 P എന്നുള്ള അർത്ഥമാണ്. 4 P കൂടുന്നതാണ് സെയിൽസ്. നമുക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് നമ്മൾ സെയിൽസും ഉണ്ട് മാർക്കറ്റിംഗ് ഉണ്ട്. ഇത് രണ്ടാണ് കേട്ടോ. നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യണം, സെയിലും ചെയ്യണം. അതിനുവേണ്ടിയാണ് 60 മുതൽ 65% കമ്മീഷൻ തരുന്നത്. ഒരുപക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, FMCG അഥവാ ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു കമ്പനിക്ക് ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഉണ്ടാവേണ്ടത് അവരുടെ സെയിൽസ് ഫോഴ്സ് ആണ്, അല്ലെങ്കിൽ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഡിവിഷൻ ആണ്. പക്ഷെ ഭാഗ്യവശാൽ, അതെ അങ്ങനെ തന്നെ പറയാം, ഭാഗ്യവശാൽ വെസ്റ്റീജിന് സ്വന്തമായിട്ടൊരു സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഡിവിഷൻ ഇല്ല. അത് നമ്മളാണ്, അല്ലെങ്കിൽ സെയിൽസ് ചെയ്യേണ്ടത് നമ്മളാണ്. അതുകൊണ്ടാണ് പ്രോഫിറ്റ് ഷെയറിന്റെ അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ 35 മുതൽ 40% മാത്രം കമ്പനി എടുക്കുകയും 60-ൽ 65% വരെ നമുക്ക് തരുന്നത് സെയിൽസിന് അത്രയേറെ ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ടാണ്. അപ്പൊ ഇതാണ് 4 P. ആ 4 P ഏതൊക്കെയാന്ന് നോക്കിയേ: പ്രൊഡക്റ്റ്, പ്രൈസ്, പ്രൊമോഷൻ ആൻഡ് പ്ലേസ്. ഇതാണ് 4 P. ഈ 4 P നമ്മൾ അറിയണം. പക്ഷെ ഭാഗ്യവശാൽ നമുക്ക് ഈ 3 P പറ്റി അറിയേണ്ട ആവശ്യമില്ല, ഒറ്റ ഒരു P അറിഞ്ഞാൽ മതി. പക്ഷെ ഇങ്ങനെ 4 P കൂടിയാലേ ഒരു ഉൽപ്പന്നത്തിന്റെ സെയിൽസ് നടക്കും. ഞാൻ ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്തിട്ട് നമുക്ക് വേണ്ട മാത്രം ചർച്ചയ്ക്ക് കൊണ്ടുവരാം. ഏതൊക്കെയാണ് ഈ P? ആദ്യത്തെ P, ദ പ്രൊഡക്റ്റ്. ഇമ്പോർട്ടന്റ് ആണോ? അല്ലേ? ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നവർ മാത്രം Y എന്നൊന്ന് ടൈപ്പ് ചെയ്യാം. യെസ്, പ്രൊഡക്ട്സ് ആർ വെരി ഇമ്പോർട്ടന്റ് എന്ന് തോന്നുന്നവർ മാത്രം S എന്നൊന്ന് ടൈപ്പ് ചെയ്യാം. അപ്പൊ എനിക്ക് മനസ്സിലാവും പ്രൊഡക്ട്സിൽ അത്രയേറെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. അല്ല കാര്യം, വെരി ഗുഡ്, താങ്ക് യു. അപ്പൊ പ്രൊഡക്ട്സ് ആർ വെരി ഇമ്പോർട്ടന്റ്. പ്രൊഡക്ട്സ് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നെയാണ് നമുക്ക് നിലനിൽപ്പുള്ളതും നമുക്ക് പ്രോഗ്രസ് ചെയ്യാനും പറ്റുന്നത്. പ്രൊഡക്ട്സിന്റെ റേഞ്ചും ഉണ്ട്. നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകത ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പല റേഞ്ചിലും പല പ്രൈസിങ്ങിലും ഉള്ളതുണ്ട്. ഇപ്പൊ ഫേസ് വാഷ് എന്നുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെ എടുക്കുകയാണെങ്കിൽ ചിലർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് വളരെ ചെറുതാണ്, അതിലുള്ളതുണ്ട്. ചിലർക്ക് ചിലപ്പം മെൻ ഗ്രൂമിങ്ങിന്റെ ഫേസ് വാഷ് എടുക്കാൻ പറ്റുന്നുണ്ടാവും, അല്ലെ? ഓരോരുത്തർക്കും മാറി മാറി എടുക്കാം. അഷ്വറിന്റെ എടുക്കാം, അഷ്വർ നേച്ചുറലിന്റെ എടുക്കാം. എന്ന് പറഞ്ഞാൽ പ്രൊഡക്ട്സ് ആർ വെരി ഇമ്പോർട്ടന്റ്. സെക്കൻഡ് P ഈസ് കോൾഡ് പ്രൈസ്. പ്രൈസ് പാരിറ്റി. പ്രൊഡക്റ്റിന്, അതായത് മൂല്യം, ഞാൻ കൊടുക്കുന്ന തുക, കസ്റ്റമർ തരുന്ന തുക, അതിന് കിട്ടുന്ന സേവനം, ദാറ്റ് വാട്ട് കൺസ്യൂമർ പേസ്. കൺസ്യൂമർ രൂപയായിട്ട് നമ്മളിലേക്ക് തരുമ്പോൾ അതിന് അവർക്ക് കിട്ടുന്ന മൂല്യം ഉണ്ടല്ലോ, പ്രൈസ്. പലപ്പോഴും എക്സ്പെൻസീവ് ആണ്, കോസ്റ്റ്ലി ആണ് എന്നൊക്കെ കമന്റ്സ് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രൈസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടോ വാല്യൂ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടോ ആണ്. എന്തായാലും അതിലേക്ക് നമുക്ക് പിന്നെ പോവാം. അപ്പൊ 2 P ആയി. മൂന്നാമത്തെ P എന്ന് നോക്കിയേ, ബീന. ബീനയാണ് ഈ സ്ക്രീനെ കളിക്കുന്നുണ്ട്, നോക്കണം. മൂന്നാമത്തെ P എന്താന്ന് നോക്കിയേ. മൂന്നാമത്തെ P പറയുന്നത് പ്ലേസ് ആണ്. എല്ലാ പ്രൊഡക്റ്റിനും എല്ലായിടത്തും ഒരുപോലെ ഡിമാൻഡ് ഉണ്ടാവാറില്ല. നമ്മുടെ അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് എടുക്കുമ്പോൾ ചിലപ്പോൾ ടൗൺഷിപ്പിൽ വലിയ ഡിമാൻഡ് ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ ഡിമാൻഡ് കുറവായിരിക്കാം. അതേസമയം ഗ്രാമങ്ങളിലേക്ക് പോകുമ്പോൾ ഡിമാൻഡ് ഉണ്ടാവും. അതുപോലെ തന്നെ കളർ കോസ്മെറ്റിക്സ് നോക്കുക. നോർത്ത് ഇന്ത്യയിൽ നല്ല ഡിമാൻഡ് ഉണ്ട്, സൗത്ത് ഇന്ത്യയിൽ അത്രയ്ക്ക് ഡിമാൻഡ് ഇല്ല. ശരിയല്ലേ? ഇതുപോലെ പ്രൊഡക്ട്സും എല്ലായിടത്തും ഒരുപോലെ ഡിമാൻഡ് ഉണ്ടാവണമെന്നില്ല. അപ്പൊ സെയിൽസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്ലേസ്. ശരിയാണോ? അല്ലേ? പല പ്രൊഡക്ട്സുകളും നിങ്ങൾക്ക് ഇങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. എയർ പ്യൂരിഫയർ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് നമുക്ക് ഉണ്ടായിരുന്നു. കോവിഡ് വന്ന സമയത്ത് അതിന്റെ ഡിമാൻഡ് വളരെ കൂടുതലായിരുന്നു. അതും ഇപ്പോഴും ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ പൊല്യൂഷൻ കൂടുതലുള്ള സ്ഥലങ്ങളിൽ അതിന്റെ ഡിമാൻഡ് കൂടിയാണ്. വെള്ളം, വാട്ടർ പ്യൂരിഫയർ ഡിമാൻഡ് ഉണ്ട്. എവിടെയാണ് വെള്ളം ഏറ്റവും കൂടുതൽ പൊല്യൂട്ടഡ് ആയിട്ടുള്ളത്? അപ്പം ഈ 3 Pയും നമ്മുടെ നിയന്ത്രണത്തിലല്ല. ആണോ? അല്ല. പ്രൊഡക്റ്റുകൾ ഏത് വരണം, ഏത് വിലയ്ക്ക് വിൽക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് കമ്പനിയാണ്. കമ്പനി അതിന്റെ പ്രൈസും തീരുമാനിക്കുന്നുണ്ടാവും, ഡിമാൻഡിനനുസരിച്ചിട്ടും ക്വാളിറ്റി, പല കാര്യങ്ങളും അതിന് പ്രൈസ് തീരുമാനം. ഈ ബീന ഒന്ന് ചെക്ക് ചെയ്യണേ, ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് കൊച്ചു കിടന്ന് കളിക്കുന്നുണ്ട്. കൊച്ചാണ് ബീനയുടെ മൊബൈൽ എടുത്ത് വെച്ച് സ്ക്രോൾ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് സ്ക്രീനിൽ മാർക്ക് വരുന്നത്. അപ്പം പ്രൈസ് ഒരു ഘടകമാണ്. അതുപോലെ ഏത് സ്ഥലത്ത് ഏത് പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യണം എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഷാജി വേണമെങ്കിൽ ഈ ബീനേനെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യിച്ചാലും കുഴപ്പമില്ല, എക്സിറ്റ് അടിച്ചാലും കുഴപ്പമില്ല. അപ്പം പ്രൊഡക്റ്റും പ്രൈസും പ്ലേസും ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ നമ്മുടെ കൺട്രോളിലുള്ളതല്ല. ഏത് പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യണം, ഏത് വിലയ്ക്ക് ലോഞ്ച് ചെയ്യണം, ഏത് സ്ഥലത്ത് ലോഞ്ച് ചെയ്യണം എന്നൊക്കെ കമ്പനി തീരുമാനിക്കും. പക്ഷെ നമ്മുടെ നിയന്ത്രണത്തിലുള്ള ഈ 4ാമത്തെ P ഉണ്ട്. എന്താ അത്? ദാറ്റ് ഈസ് കോൾഡ് പ്രൊമോഷൻ. എങ്ങനെ ഒരു പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യണം. നമ്മളിപ്പം വിന്നിംഗ് ടീം പറയുന്ന ഒരു പ്രൊമോഷൻ ഉണ്ട് അല്ലേ? എന്ത് പ്രൊമോഷൻ എന്ന് പറയാം? പവർ പ്രൊമോഷൻ. അത് ഫംഗ്ഷന്റെ ആയാലും പ്രൊഡക്റ്റിന്റെ ആയാലും നമ്മൾ പറയുന്നത് പവർ പ്രൊമോഷൻ. അപ്പം ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, 4 Pയിൽ നമ്മുടെ നിയന്ത്രണത്തിലുള്ള ഒരേ ഒരു P എന്ന് പറഞ്ഞത് ലാസ്റ്റ് P ആണ്. ദാറ്റ് ഈസ് കോൾഡ് പ്രൊമോഷൻ ആൻഡ് അഡ്വർടൈസ്. കാരണം നമ്മളാണ് അഡ്വർടൈസ് ചെയ്യേണ്ടത്, നമ്മളാണ് സെയിൽസ് ജനറേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഒരു അഡീഷണൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, മാർക്കറ്റിംഗ്.
സോ വി ആർ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ബ്രിഗേഡ്. ഒരു സെയിൽസ് മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്, വി ഡു മാർക്കറ്റിംഗ് ആസ് വെൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 4ാമത്തെ പി നമ്മൾ കാര്യമായിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പ്രൊഡക്റ്റ് നോളജ് ഉണ്ടാവണമെന്നും പ്രൊമോട്ട് എങ്ങനെ ചെയ്യണമെന്നും അറിയാം. അതും വെറും പ്രൊമോട്ട് ചെയ്താൽ പോരാ, അതിന്റെ വസ്തുതകളെ നിരീക്ഷിച്ച് വിലയിരുത്തി അതിനെ എവിടെ എങ്ങനെ പ്ലേസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ അറിയണം. പലപ്പോഴും ഒരു പ്രോട്ടീൻ പൗഡർ, നിങ്ങളുടെ പ്രോട്ടീൻ പൗഡർ ഇത്ര എക്സ്പെൻസീവ് ആണല്ലോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള മറ്റു പ്രോട്ടീൻ പൗഡറും അതിന്റെ കണ്ടന്റും വാല്യൂവും നിങ്ങൾ തിരിച്ചറിയണം. അതിന് കൊടുത്തിരിക്കുന്ന പ്രൈസിങ് അറിയണം. അല്ലെങ്കിൽ അവർ പറയുമ്പോൾ ഉടനെ കേട്ട് അപ്ലൈനോട് വിളിച്ചു പറയുക, അവർ പറഞ്ഞു വില കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പൊ ആരുടെ ബിസിനസ്സാണ് നിങ്ങൾ ചെയ്യുന്നത്? അപ്ലൈന്റെ ബിസിനസ്. അതേസമയം നിങ്ങൾ തന്നെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയാണെങ്കിൽ യു ഓൺ ദ ബിസിനസ്. ക്ലിയർ ആണോ? അല്ലേ? ക്ലിയർ ആണെങ്കിൽ എസ് എന്നൊന്ന് ടൈപ്പ് ചെയ്തേ. അതായത് ഈ 4 പിയിൽ എന്റെയും നിങ്ങളുടെയും നിയന്ത്രണത്തിലുള്ള 4ാമത്തെ പി ആണ്. അതിന്റെ പേരാണ് പ്രൊമോഷൻ അല്ലെങ്കിൽ അഡ്വർടൈസിങ്. ഈ പ്രൊഡക്റ്റിനുള്ള മൂല്യം കൽപ്പിക്കുക, പ്രൊഡക്റ്റിനെ ഏത് രീതിയിൽ പ്ലേസ് ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങളത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വേറെ ആരും നിങ്ങളെ ചെയ്യാനുണ്ടാവില്ല. കാരണം കമ്പനി ബാക്കി 3 കാര്യങ്ങളും കെയർ ചെയ്യും. 4ാമത്തെ പി നമ്മൾ തന്നെ ചെയ്തേ പറ്റും. എനിവേ, താങ്ക് യു ഫോർ ദ കോപ്പറേഷൻ അജിത, ബാലസുബ്രഹ്മണ്യൻ സർ, ഫാന്റാസ്റ്റിക്. യു പീപ്പിൾ ആർ സപ്പോർട്ടിംഗ് മീ ലൈക്ക് എനിത്തിങ്. അപ്പം 4 പിയിലെ 4ാമത്തെ പി നമ്മൾ വേണ്ട രീതിയിൽ ചെയ്യുന്നുണ്ടോ? അതിനാണ് നമുക്ക് മന്ത് എൻഡിൽ അല്ലെങ്കിൽ 10ാം തീയതി നമ്മുടെ അക്കൗണ്ടിലേക്ക് കമ്മീഷൻ തരുന്നതും ജപ്പാൻ പോലത്തെ രാജ്യത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതും എല്ലാം ഈ 4ാമത്തെ പി ശക്തമാക്കാൻ വേണ്ടിയാണ്. അത് ഓർമ്മ വേണം. അപ്പൊ അവിടെയാണ് റിജക്ഷൻസ് ആൻഡ് റിഫ്യൂസൽസ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹൗ ടു ഹാൻഡിൽ ദിസ്. അപ്പം അത് ഹാൻഡിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു പരിപാടി, ഏറ്റവും കൂടുതൽ എല്ലാവരും ശരിക്കും മനസ്സിലാക്കി ചെയ്യേണ്ട ഒരു കാര്യമാണ് ഫസ്റ്റ് വൺ. സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിൽ പ്രത്യേകിച്ച് ഡയറക്ട് സെൽ ഇൻഡസ്ട്രി പോലത്തെ പ്രൊഡക്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയുമായിട്ട് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു ഒബ്ജക്ഷൻ പറയുമ്പോൾ അത് കേൾക്കാനുള്ള സാവകാശം കൊടുക്കുക. ഞാൻ വീണ്ടും പറയുന്നു, മുൻപൊക്കെ നല്ല വായാടിയായിട്ടുള്ള ഒരു വ്യക്തിയെ സെയിൽസിൽ കൊള്ളാമെന്ന് പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് വായാടിയല്ല നമുക്ക് ആവശ്യം, മറിച്ച് പേഷ്യൻ ലിസണറെയാണ് നമുക്ക് ആവശ്യം. അപ്പൊ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിലെ ആദ്യത്തെ ക്വാളിഫിക്കേഷൻ വേണ്ടത് അക്കാഡമിക്കൽ അല്ല, മറിച്ച് യു ഷുഡ് ബി എ പേഷ്യൻ ലിസണർ. കേൾക്കാനുള്ള ഒരു സാവകാശം കൊടുക്കുക, അവർക്ക് പറയാനുള്ളത് പറയുക, ചാടിക്കേറി ഇടയ്ക്ക് സംസാരിക്കാതിരിക്കുക. നമ്മളെ ഏറ്റവും കൂടുതൽ പ്രശ്നം എന്താ? മുഴുമിപ്പിക്കാൻ സമ്മതിക്കില്ല. കാരണം ഇതുപോലത്തെ ഒബ്ജക്ഷൻ നിങ്ങൾ ഇന്നത്തെ ദിവസം തന്നെ 5 കേട്ടിട്ടുണ്ടാവും. ഇപ്പൊ 6ാമത്തെ വാ തുറന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് പറയാനേ മനസ്സിലായി, വീണ്ടും പുതിയത് പറയാൻ പോകുന്നു. ഇത് തന്നെയാണ് ഞാൻ ഇന്ന് മുഴുവൻ കേട്ടത്. Second one, your first reaction when you hear an objection may be jump right and respond immediately. ചാടിക്കേറി അതിന് ഉത്തരം പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ അതിന് സൊല്യൂഷൻ കാണിച്ചു കൊടുക്കുക എന്നുള്ളതല്ല. ആ വ്യക്തി ഒരു കംപ്ലൈന്റ് പറയുമ്പോൾ, ഇന്നലെ നമ്മുടെ ഒരു ടീം പ്ലെയർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു പ്രൊഡക്റ്റിന്റെ ഡെലിവറി കറക്റ്റായിട്ട് എത്തേണ്ട ആളുടെ കയ്യിൽ എത്തിയില്ല, ഏതോ സ്ഥലത്ത് വെച്ചിട്ട് വന്ന് കളക്ട് ചെയ്യാൻ പറഞ്ഞു. ചാടിക്കേറി എനിക്ക് സൊല്യൂഷൻ കൊടുക്കാം. ഞാൻ പറഞ്ഞു, ആദ്യം ഞാൻ ഈ സംഭവം എന്താണെന്ന് അറിയട്ടെ, ഒന്ന് പഠിക്കട്ടെ. കാരണം ഒരുപക്ഷെ ഈ കേട്ട കംപ്ലൈന്റുകൾ 101ാമത്തെ ആയിരിക്കും ഞാൻ കേൾക്കുന്നത്, പക്ഷെ എന്നോട് പറഞ്ഞ വ്യക്തിയുടെ ആദ്യത്തെ കംപ്ലൈന്റ് ആണ്. അപ്പൊ ഞാൻ അതിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് വേണം, എല്ലാം അറിഞ്ഞതിന് ശേഷം വസ്തുത എന്താണെന്ന് വിലയിരുത്തിയിട്ട് വേണം ഉത്തരം കൊടുക്കാൻ. ചാടിക്കേറി ഇപ്പൊ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് വെള്ളം ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ അതല്ല ഇതല്ല എന്ന് പറഞ്ഞ് കമ്പനി 2 തെറി പറഞ്ഞുകൊണ്ടോ ഒന്നും കാര്യമില്ല. അപ്പം ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളുടെ ടീമിനകത്തുള്ളതോ അല്ലെങ്കിൽ കസ്റ്റമറോ അല്ലെങ്കിൽ പ്രോസ്പെക്റ്റോ എന്തെങ്കിലും ഒരു ഒബ്ജക്ഷൻ പറയുകയാണെങ്കിൽ ചാടിക്കേറി റെസ്പോണ്ട് ചെയ്യാതിരിക്കുക. ഫസ്റ്റ് ലിസൺ ടു ദാറ്റ് കംപ്ലീറ്റ്ലി ആൻഡ് അനലൈസ് ഇറ്റ്. ടേക്ക് ഇറ്റ്സ് ഓൺ ടൈം. ഒന്നും ഒരു രാത്രി കൊണ്ട് തീരാൻ പോകുന്നില്ല. ഈവൻ ഇസ്രായേൽ ഇറാൻ വാർ പോലും തീർന്നിട്ടില്ല, 2 ആഴ്ച 3ാമത്തെ ആഴ്ചയിലേക്ക് കടന്നിരിക്കും. അപ്പോൾ ഡോണ്ട് ഗെറ്റ് ഇൻ ടു ആൻ ഒബ്ജക്ഷൻ. ഓക്കെ, സോ തേർഡ് വൺ, 3ാമതൊരു പോയിന്റ്, അണ്ടർസ്റ്റാൻഡ് ദ ഒബ്ജക്ഷൻ കംപ്ലീറ്റ്ലി. കേൾക്കുക എന്നുള്ളതിനോടൊപ്പം തന്നെ മനസ്സിലാക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഒബ്ജക്ഷൻസ് കേട്ടാൽ മാത്രമല്ല, 2 ചെവി ഒരേ ലൈനിലാണെന്ന് ഓർമ്മ ഉണ്ടാവണം. ഇപ്പുറത്തൂടെ കേട്ട് അപ്പുറത്തൂടെ കടന്നു പോകും. പക്ഷെ അത് പോകാതിരിക്കണം എന്നുണ്ടെങ്കിൽ അതിനെ മനസ്സിലാക്കാൻ അപഗ്രഥനം ചെയ്യാൻ നോക്കുക. ഒരു കേസ് സ്റ്റഡി എന്നുള്ള രീതിയിൽ കൊറിയർ ഡെലിവറി കറക്റ്റ് അല്ല, ശരി, അപ്പൊ ഞാൻ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യണം, കൊറിയറിന്റെ നമ്പർ അറിയാമെങ്കിൽ അവരെ വിളിച്ച് ചോദിക്കണം, എന്നിട്ട് റിസീവ് ചെയ്യുന്ന വ്യക്തിയോട് ചോദിക്കണം എന്താണ് സത്യത്തിൽ സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഡെലിവറി ചെയ്യാത്തത്. അപ്പൊ ചാടിക്കറി ഒരു കൺക്ലൂഷനിൽ എത്തുന്നതിന് മുമ്പ് ആ സബ്ജക്റ്റ് ഒന്നും പഠിക്കാൻ നോക്കുക. നിങ്ങളെ സംബന്ധിച്ചുള്ളത് നിങ്ങൾ ഇതുപോലത്തെ കുറെ എണ്ണം കൈകാര്യം ചെയ്തിട്ടുണ്ടോ? ആ പറഞ്ഞ വ്യക്തിക്ക് ഇത് ആദ്യത്തെ അനുഭവമായിരിക്കും, പക്ഷെ നിങ്ങൾ അവരുടെ ആ അനുഭവത്തെ ഏറ്റവും ഭയങ്കരമായ ഒരു സംഭവമായി കണ്ടുകൊണ്ട് വേണം കൈകാര്യം ചെയ്യാൻ. മെനി ഒബ്ജക്ഷൻസ് ഹൈഡ്. എവിടെയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്ലൂ, നിങ്ങൾക്കൊരു ക്ലൂ തരാം, ഇത് സോൾവ് ചെയ്യാനുള്ള ഒരു ക്ലൂ. അതിതാണ്, പലപ്പോഴും ഈ പറയുന്ന ഒബ്ജക്ഷൻസിന്റെ അകത്ത് തന്നെ ആ വസ്തുതകൾക്കിടയിൽ വിശകലനം ചെയ്താൽ നിങ്ങൾക്ക് അതിനുള്ള പരിഹാരം ഒളിച്ചിരിക്കുന്നത് കാണാം. മെനി ഒബ്ജക്ഷൻസ് ഹൈഡ് അണ്ടർ ഇഷ്യൂസ്. നമ്മൾ പറയുന്ന പ്രശ്നം, നമ്മൾ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന ഭയങ്കര ഏറ്റവും വലിയ പ്രശ്നം എന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞ് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുമ്പം അതിന്റെ അകത്ത് തന്നെ അതിനുള്ളൊരു സൊല്യൂഷൻ ഒളിച്ചിരിപ്പുണ്ടാവും. പക്ഷെ അത് വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ ഈ വ്യക്തിക്ക് കഴിവുണ്ടാവില്ല. കസ്റ്റമർ ചിലപ്പോൾ പറയുന്നത്, ആ പ്രൊഡക്റ്റ് കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു വയറുവേദന ഉണ്ടായി,
അല്ലെങ്കിൽ എനിക്കൊരു ഇഷ്യൂ ഉണ്ടായി എന്നുള്ളതായിരിക്കും പറയാം. പക്ഷെ അതിന് മുമ്പ് എന്ത് ഫുഡ് കഴിച്ചു, അത് കഴിഞ്ഞിട്ട് എന്താ കഴിച്ചത്, അല്ലെങ്കിൽ പറഞ്ഞ രീതിയിലുള്ള ഡോസേജിലാണോ കഴിച്ചത് എന്നൊന്നും നമ്മൾ ചോദിക്കാതെ ആ പ്രൊഡക്റ്റിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ എന്നും പറഞ്ഞ് ഉടനെ തന്നെ ബഹളം ഉണ്ടാക്കിക്കൊണ്ട് പോവുകയല്ല ചെയ്യേണ്ടത്. ആ പ്രശ്നത്തിനകത്ത് തന്നെ സൊല്യൂഷൻസും ചിലപ്പോൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ വേണ്ട രീതിയിലൊന്ന് അപഗ്രഥനം ചെയ്താൽ അത് കിട്ടുന്നുണ്ടാവും. ആൻഡ് റെസ്പോണ്ട് പ്രോപ്പർലി. ഇമ്മീഡിയറ്റ്ലി എന്നല്ല പറഞ്ഞു, റെസ്പോണ്ട് ഇമ്മീഡിയറ്റ്ലി എന്നല്ല പറഞ്ഞ റെസ്പോണ്ട് പ്രോപ്പർലി എന്ന് പറഞ്ഞാൽ അർഹിക്കുന്ന ഗൗരവത്തോടുകൂടി ആ വിഷയത്തെ കൈകാര്യം ചെയ്ത് സൊല്യൂഷൻ കൊടുക്കാൻ ശ്രമിക്കണം. ഇപ്പൊ 6 പോയിന്റ് പറഞ്ഞു. ഒന്നുകൂടെ ഒന്ന് റിവൈൻഡ് ചെയ്തേക്കാം. ലിസൺ ഇറ്റ് ഫുള്ളി, പൂർണ്ണമായിട്ടും കേൾക്കുക. ചാടിക്കേറി ഒരു കൺക്ലൂഷനിൽ വരാതിരിക്കുക. ഇത് രണ്ടും കൂടാതെ ഒബ്ജക്ഷൻ പൂർണ്ണമായിട്ടും കേൾക്കുക. പിന്നെ മിക്കവാറും ആ പറഞ്ഞ ഒബ്ജക്ഷന് 1-2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ചോദിച്ചാൽ സൊല്യൂഷൻ അതിനകത്ത് തന്നെ ഒളിച്ചിരിക്കുന്നത് കാണാം. അതിനുശേഷം സമയമെടുത്തിട്ടാണെങ്കിൽ പോലും വ്യക്തമായ രീതിയിൽ അതിനെ റെസ്പോണ്ട് ചെയ്യുക. കൺഫേം യു ഹാവ് സാറ്റിസ്ഫൈഡ് ദ ഒബ്ജക്ഷൻ. ആ ഒബ്ജക്ഷന്, കാരണം നിങ്ങൾക്ക് ഈ വ്യക്തി അല്ലെങ്കിൽ ഈ പ്രോസ്പെക്ട് അല്ലെങ്കിൽ ഈ ക്ലയന്റ്, ഈ കസ്റ്റമർ, എന്ത് വേണേലും വിളിച്ചോളൂ, അല്ലെ നിങ്ങളുടെ ഡൗൺലൈൻ ടീം പ്ലെയർ, ആ വ്യക്തി അദ്ദേഹത്തിന്റെ ഒബ്ജക്ഷൻ അദ്ദേഹത്തിനെ സംബന്ധിച്ച ഏറ്റവും വലിയ ഇഷ്യൂ, നിങ്ങളെ സംബന്ധിച്ച് ഇത് 101ാമത്തെ പ്രോബ്ലം. പക്ഷേ അവർക്ക് ഈ ഒബ്ജക്ഷൻ കൈകാര്യം ചെയ്തതിൽ സംതൃപ്തി അടഞ്ഞോ എന്നുള്ളത് കൺഫേം ചെയ്യാം. എന്നാൽ മാത്രമേ ആ പ്രോബ്ലം സോൾവ് ആവുന്നുള്ളൂ. ക്ലിയർ ആണോ അല്ലേ? ഇതിന് അനുഭവത്തിൽ കൂടെ തന്നെ ഞാൻ വീണ്ടും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതിനെയാണ് നമ്മളിവിടെ പറയുന്നത് 6 steps to make up the selling cycle. സെല്ലിംഗ് സൈക്കിൾ കംപ്ലീറ്റ് ആവണം എന്നുണ്ടെങ്കിൽ 6 കാര്യങ്ങളാണ് നടക്കേണ്ടത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യുന്നതിൽ തുടങ്ങി സെയിൽസ് ക്ലോസിംഗ് വരെയുള്ള 6 സ്റ്റെപ്പാണ്. ഈ 6 സ്റ്റെപ്പുകൾ അറിയാതെ നടക്കുന്നുണ്ട്, നിങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഇങ്ങനെ കൃത്യല്ല പറയുന്നത്. ഞാനിപ്പോ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ 6 സ്റ്റെപ്പ് നടക്കുന്നുണ്ടല്ലേ. ഓരോ ദിവസവും നിങ്ങൾ 3, 4, 5 പ്ലാൻ കാണിക്കുന്നു, അല്ലെങ്കിൽ 2, 3 പേർക്ക് പ്രൊഡക്റ്റ് കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ 6 സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതെങ്ങനെയാ നോക്കിയേ? ആദ്യത്തെ ഇതാണ് സ്റ്റെപ്പ്. ഇപ്പൊ നോക്കണ്ട, ഞാൻ ഓരോന്നോരോന്നായിട്ട് പറയാം. പ്രോസ്പെക്ടിങ്, കോണ്ടാക്ടിങ്, നീഡ് ഐഡന്റിഫൈയിങ്, പ്രസന്റേഷൻ, ദെൻ ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ് ആൻഡ് ഫൈനലി ക്ലോസ് ദ സെയിൽ. ഈ ക്ലോസ് ദ സെയിൽ അവസാനം തന്നെ വേണമെന്നില്ല, ഇടയ്ക്കിടയ്ക്കും ആവാം. എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഫസ്റ്റ് പോയിന്റ് ഇതാണ്, മേക്ക് ആൻ ഇനീഷ്യൽ കോണ്ടാക്ട്. ശരിയാണോ അല്ലേ? ഇതിനെയാണ് നമ്മൾ ഫിക്സിംഗ് ദ അപ്പോയിന്റ്മെന്റ് എന്നോ അല്ലെങ്കിൽ പ്രോസ്പെക്ടിംഗ് എന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ. നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് കൊടുക്കാനായാലും ശരി, അല്ല ബിസിനസ് ഓപ്പർച്യൂണിറ്റി കാണിക്കാനായാലും ശരി, അവരെ കോണ്ടാക്ട് ചെയ്യണം. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഫിസിക്കൽ കോണ്ടാക്ടിനേക്കാളും കുറച്ചുകൂടെ അനുകൂലമായിട്ടുള്ളത് ടെലിഫോണിക്കലി ഒരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. കോണ്ടാക്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുക, അവരോട് ഒരു ടൈം ഫിക്സ് ചെയ്യുക. ദയവ് ചെയ്ത് പ്രൊഫഷണൽ അപ്രോച്ചിനകത്ത് എപ്പോഴും ഒരു മുൻ സമയം ഫിക്സ് ചെയ്ത് വേണം കോണ്ടാക്ട് ചെയ്യാൻ. ചാടി കയറി പോകുന്ന വഴിക്ക് ഞാൻ വന്നപ്പോൾ ഒന്ന് കയറിയതാണെന്ന് പറഞ്ഞാൽ അവരെപ്പോ വേണമെങ്കിലും അതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള പ്രാധാന്യം വേറെ ഉണ്ടാവും, പ്രയോറിറ്റി. നിങ്ങളെ സംബന്ധിച്ച് ബിസിനസ് നിങ്ങളുടെ പ്രാധാന്യമായിരിക്കും, പ്രോസ്പെക്റ്റിനെ സംബന്ധിച്ച് ബിസിനസ് ആയിരിക്കില്ല. അവർക്ക് വേറെ പല കാര്യങ്ങളും പ്രാധാന്യമുള്ളതായിരിക്കും. ആ സമയത്ത് അത് കണ്ടിന്യൂറ്റി കിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് അപ്പോയിന്റ്മെന്റ് അല്ലെങ്കിൽ കോണ്ടാക്ട് ഉണ്ടാക്കണം. 2, ക്വാളിഫൈ ദ പ്രോസ്പെക്റ്റീവ്. എന്താണാവോ ക്വാളിഫൈ ദ പ്രോസ്പെക്റ്റീവ് ക്ലയന്റ് ഓർ കസ്റ്റമർ? ഒന്നുകിൽ ഈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പ്രൊജക്റ്റ് വാങ്ങുന്നുള്ള ആവശ്യകത അവരിൽ ഉണ്ടാവണം. ആവശ്യം മാത്രം ഉണ്ടായ പോരാ, അതിനുള്ള ധനശേഷിയോ സമ്മതം തരാനുള്ള അധികാരമോ അവർക്ക് ഉണ്ടാവണം. ഈ സമ്മതം തരാനുള്ള അധികാരം എന്ന് ഞാൻ പറയാൻ കാര്യം, ചില സമയങ്ങളിൽ ഒരു ബിസിനസ് പ്രൊപ്പോസിഷൻ നിങ്ങൾ പറയുന്നത് ലേഡി പാർട്ട്ണറോടായിരിക്കും, ജെൻസിന്റെ അഭാവത്തിലായിരിക്കും, തീരുമാനം എടുക്കുന്ന ജെൻസ് ആയിരിക്കും, ചിലയിടത്ത് തിരിച്ചു വേണം. എന്തായാലും രണ്ടുപേരും കൂടി ഒരുമിച്ചാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ ഒരു തീരുമാനം എടുപ്പിക്കാൻ പറ്റും. ചിലപ്പോൾ നിങ്ങൾ എല്ലാം പറഞ്ഞിട്ട് പോരുന്നുണ്ടാവും, ചേട്ടനോട് ചോദിച്ചിട്ട് പറയാമെന്ന് പറയുന്നുണ്ടാവും, ഈ ചേച്ചി പിന്നെ ഒരിക്കലും പറയുന്നുണ്ടാവില്ല. നിങ്ങൾ പ്ലാൻ കാണിക്കൂ, പ്രൊഡക്റ്റിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തു, പക്ഷെ തീരുമാനം എടുക്കാൻ അവർക്ക് പറ്റിയില്ല. കാരണം എന്തുകൊണ്ടാണ്? ആ പ്രോസ്പെക്റ്റിനെ ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല. ഐഡന്റിഫൈ ദ നീഡ്. നമ്മൾ ബിസിനസ് പ്രൊപ്പോസിഷൻ വിൽക്കുന്നതിന് മുമ്പായാലും പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നതിന് മുമ്പായെങ്കിലും അവർക്കൊരു നീഡ് ഉണ്ടെന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്യണം. അതിനാണ് നമ്മൾ PMF എന്ന് പറയാറുണ്ട് അല്ലെ. പ്ലാൻ കാണിക്കുമ്പോൾ പ്രൈം മോട്ടിവേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞ് 8-9 കാര്യങ്ങൾ നമ്മൾ നിരത്താറുണ്ട്. മുട്ടുവേദനയുള്ള ഒരു വ്യക്തിക്ക് ഗ്ലൂക്കോസമൈനും കൊലാജനും കാൽഷ്യവും, അല്ലെങ്കിൽ പ്രമേഹത്തിന്റെ സാധ്യതയുള്ള ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് നീമോ, അല്ലെങ്കിൽ നമ്മുടെ ഡയബറ്റിക്കിന് വേണ്ടിയിട്ടുള്ള ആയുസാന്തയുടെ പ്രൊഡക്റ്റോ എന്തെങ്കിലും. പക്ഷെ ആ നീഡ് ഉണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തണം. കാലം കുറെ ആയപ്പോഴത്തേക്ക് അവർക്ക് അതൊരു നീഡ് അല്ലാതായി തീർന്നിരിക്കും. അവർ അഡ്ജസ്റ്റ് ആയി കാണും, അവർ അതിനോട് താതാത്മ്യം പ്രാപിച്ചു കാണും. ക്ലിയർ അല്ലേ? അപ്പം അതുകൊണ്ടുണ്ടാകുന്ന ദൂഷ്യവശങ്ങൾ, ഒബേസിറ്റിക്ക് പറ്റുന്ന ടെസ്ലിം പ്രൊഡക്ട്സുകൾ നമുക്ക് ഓർവൈറ്റ് പറ്റുന്നുണ്ട്. പക്ഷെ നീഡ് ഉണ്ടെന്നും ആ നീഡ് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന പാക്കേജ് അവൈലബിൾ ആണെന്ന് നിങ്ങൾ എൻഷുർ ചെയ്യണം.
ഇതെല്ലാം ചെയ്യാത്തതുകൊണ്ടാണ് പലപ്പോഴും ഒബ്ജക്ഷൻ വരുന്നത്. ഇപ്പം ഒന്നുകൂടെ ഒന്ന് ഷാജി ശ്രദ്ധിക്കണേ, വേറൊരു പാർട്ടിയും കൂടെ നമ്മുടെ സ്ക്രീനിൽ തോണ്ടാൻ തുടങ്ങിയിട്ടുണ്ട്, വിവോ ആണ്. വിൻ ഓവർ ദ പ്രോസ്പെക്ടിവിറ്റി ഓഫ് പ്രസന്റേഷൻ. ഇവിടെയാണ് ആ സ്റ്റെപ്പ് വരുന്നത്. നിങ്ങളുടെ പ്രസന്റേഷന്റെ മനോഹാരിത അല്ലെങ്കിൽ പ്രസന്റേഷനിലുള്ള കണ്ടന്റ്സ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പ്രോസ്പെക്റ്റിന്റെ മനസ്സിൽ വരാവുന്ന സംശയങ്ങളും എല്ലാം നിവാരണം ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു പാക്കേജ് ആയിരിക്കണം നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുക. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അഗ്രികൾച്ചറിന്റെ മീറ്റിങ്ങുകളോ അഗ്രികൾച്ചറിന്റെ പ്രൊഡക്റ്റ് പ്രസന്റേഷനോ. സ്വാഭാവികമായിട്ട് ഒരു ഫാർമർ അല്ലെങ്കിൽ ഫാർമേഴ്സ് മുമ്പിലിരിക്കുമ്പോൾ അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലങ്ങളെ എല്ലാം ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ട് അതിൽ പലതിനുമുള്ള ഒരു പാക്കേജ് അല്ലെങ്കിൽ സൊല്യൂഷൻ ആണെന്ന് ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ടാവും. ആ പ്രസന്റേഷനകത്ത് ഞാൻ കൂടുതലും കാണിക്കാൻ പോകുന്നത് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സൗന്ദര്യവർദ്ധക വസ്തുക്കളെ പറ്റി ഞാൻ സംസാരിക്കുന്നുണ്ടാവില്ല. അപ്പം ഏത് വ്യക്തിക്ക് ഏതാണോ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കേണ്ടത് ആ വ്യക്തിക്ക് ആവശ്യമുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. ക്ലിയർ അല്ലേ? അപ്പൊ പ്രസന്റേഷൻ അതിനനുസരിച്ചിട്ട് വേണം തയ്യാറാക്കാൻ. അല്ലാതെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫുൾ ഫ്ലിപ്പ് ചാർട്ട് കാണിച്ച് അടങ്ങുന്ന വാശി പിടിക്കരുത്. കാരണം അവിടെ ആവശ്യമുള്ള കാര്യം പറയുക, അത് എസ്റ്റാബ്ലിഷ് ചെയ്യുക. ദെൻ അഡ്രസ് ദ പ്രോസ്പെക്റ്റീവ് ക്ലയന്റ് ഓർ കസ്റ്റമർ കൺസേൺ. അവരുടെ പ്രശ്നങ്ങൾ, അവർ അഭിമുഖീകരിക്കുന്ന പ്രോബ്ലം, അവരുടെ പ്രോബ്ലം അവർക്ക് മനസ്സിലായി, സൊല്യൂഷൻ ഉണ്ടെന്ന് മനസ്സിലായി, പക്ഷെ തീരുമാനം എടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ നമ്മളൊരു ഹെൽപ്പിംഗ് പാർട്ട്ണറായിട്ട് മാറും. അതിനാണ് നമ്മൾ പറയുന്നത് യു ഹാവ് ടു ജമ്പ് ഓവർ ദ കൗണ്ടർ എന്ന് പറയും. നിങ്ങൾ അസിസ്റ്റന്റ് ബയറായിട്ട് മാറണം. മേടിക്കാൻ നിൽക്കുന്ന പ്ലാൻ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രോസ്പെക്റ്റിന്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കണം. അവ പറയുന്ന ചെറിയ ഗ്ലൂക്കോ, കൃഷ്ണവേണി മേഡം പറഞ്ഞിട്ടുണ്ട്, ഗ്ലൂക്കോ ഹെൽത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ഡയബറ്റിക് പേഷ്യന്റ്. അപ്പൊ അതുപോലെ വിൻ ഓവർ ദ പ്രോസ്പെക്റ്റിനെ നമ്മുടെ പ്രസന്റേഷൻ പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ അതിലൂടെ കൺവിൻസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവർ ഫേസ് ചെയ്യുന്ന ചലഞ്ചസിനെ ദൂരീകരിക്കാൻ നിങ്ങൾ അവരുടെ പക്ഷത്തു നിന്ന് സംസാരിക്കണം. ഒരുപക്ഷെ ഞാനിപ്പോ പറഞ്ഞപ്പോൾ ഈ പ്രൊഡക്റ്റുകൾ മേടിച്ചാൽ കൊള്ളാമെന്ന് മേഡത്തിന് തോന്നുന്നുണ്ട്, പക്ഷെ സാമ്പത്തിക പരാധീനതയായിരിക്കും മേഡത്തിന് ഒരുപക്ഷെ തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടിക്കുന്നത്. ശരിയാണോ? അവർ പറയാം അത് തന്നെ സത്യമായിട്ട് എന്റെ മനസ്സ് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി മാഡം? ഞാൻ ഈ ഓപ്പർച്യൂണിറ്റിയിൽ കുറച്ച് ആളായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ഈ പ്രൊഡക്റ്റുകൾ ആവശ്യമുണ്ടെന്ന് കണ്ടാലും തൽക്കാലം എടുക്കാൻ പൈസ ഇല്ല എന്നുള്ളതായിരിക്കും അവർ അലട്ടുന്ന പ്രശ്നം. ഞാൻ മാഡത്തിനോട് അതുകൊണ്ട് തന്നെ പറയുന്നു, മാഡത്തിന് ആവശ്യമായ പ്രൊഡക്റ്റുകൾ ഫ്രീ ആയിട്ട് മേടിച്ച് ഉപയോഗിക്കാനും ഇതിനകത്തൊരു പ്രൊവിഷനുണ്ട്. അതെങ്ങനെയാണ്? നമ്മൾ വോളിയം കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഇൻകം ഇങ്ങോട്ട് തരുന്നുണ്ടാവും. മാത്രമല്ല 4 മാസം പ്രൊഡക്റ്റ് വോളിയം കൊടുത്താൽ 5ാമത്തെ മാസം ഫ്രീ പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ടാവും. അപ്പൊ അത് മാഡത്തിന് ഫ്രീ ആയിട്ട് മേടിച്ച് ഉപയോഗിക്കാം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് അല്ലേ? നമ്മൾ പറയുന്നത് ബിസിനസ് പ്ലാൻ ആണ്, പക്ഷേ സൊല്യൂഷൻ സെല്ലിംഗ് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ അപ്രോച്ച് ചെയ്തത്. അവർക്ക് പൈസ ഇല്ല. അപ്പൊ പൈസ ഉണ്ടാവുകയാണെങ്കിൽ ഈ പ്രൊഡക്റ്റ് മേടിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയാണെങ്കിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഓപ്പർച്യൂണിറ്റി കൈകാര്യം ചെയ്തുകൂടെ? ഇതാണ് അപ്രോച്ച് വേണ്ടത്. അല്ലാതെ എന്തുകൊണ്ട് പൈസ ഇല്ല എന്ന് ഉടനെ തിരിച്ച് ചോദിക്കുകയല്ല വേണ്ടത്. ഓക്കെ, അപ്പം എങ്ങനെയാണ് നമുക്ക് യെസ് കിട്ടുന്നത്? അൾട്ടിമേറ്റ്ലി നമുക്ക് വേണ്ടത് ഇതാണല്ലോ. എന്ത് സാധനമാണ്? യെസ്. പലപ്പോഴും യെസ് പറയാതെ നോ പറയാനുള്ള കാരണം സർവേ പറയുന്നത് നോയ്ക്ക് 2 അക്ഷരമേ ഉള്ളൂ, യെസ്സിന് 3 അക്ഷരം ഉള്ളതുകൊണ്ടാണെന്നാണ് പറയുന്നത്. സത്യമാണോ എന്ന് എനിക്കറിയില്ല. നോ പറയാൻ എളുപ്പമാണ്, കാരണം 2 അക്ഷരമേ ഉള്ളൂ. യെസ് പറയാൻ 3 അക്ഷരം പറയണോ അത്ര. അതുകൊണ്ടാണ് പലരും നോ കൂടുതൽ പറയുന്നത്, യെസ് പറയാത്തതെന്നും പറയാറുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ നോക്കാം, എന്താ നമ്മുടെ ബിസിനസ്സിനകത്ത് എന്തുകൊണ്ട് യെസ് കിട്ടാത്തത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് നോ പറയാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ നിന്ന് യെസ് കേൾക്കാൻ പറ്റുന്നത്. അതിനും കൂടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. മേക്ക് യുവർ സെൽഫ് എ ലൈക്കബിൾ. ഇത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇത് പക്ക നോട്ട് ചെയ്യണം, എഴുതിയെടുക്കുകയോ സ്ക്രീൻഷോട്ട് എടുക്കുകയോ ചെയ്തു വെക്കുക. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ യെസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെറിയ കാര്യങ്ങളാണ്, ചെയ്യാൻ പറ്റുന്നവ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. മേക്ക് യുവർ സെൽഫ് എ ലൈക്കബിൾ പേഴ്സൺ. നിങ്ങൾ ഒരു താല്പര്യമുള്ള വ്യക്തിത്വത്തിന് ഉടമയായി മാറും എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവർക്ക് അതെങ്ങനെയൊക്കെ പറ്റും? ഒന്ന്, നിങ്ങളുടെ ഡ്രസ് കോഡ്, നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, നിങ്ങളുടെ അപ്പിയറൻസ്, നിങ്ങളുടെ ഗ്രൂമിങ്, നിങ്ങൾ പോകുമ്പോൾ കൊണ്ടുപോകുന്ന പ്രൊഫഷണൽ ബാഗ്, അല്ലാതെ പ്ലാസ്റ്റിക് കൂടിനകത്ത് അപ്പുറത്തു നിന്ന് ശീമാട്ടിയുടെയോ ജയലക്ഷ്മിയുടെയോ ബാഗും പിടിച്ചോണ്ട് കയറി ചെന്നാൽ അവരൊരു ലൈക്കബിൾ പേഴ്സൺ ആകും. ഈവൻ നമ്മുടെ ശരീരത്തിന്റെ ഒരു ദുർഗന്ധമുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് ദുർഗന്ധമായിരിക്കില്ല, നിങ്ങളുടെ ബോഡിയുടെ വേണം നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും, പക്ഷെ അന്യർക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പൊ അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഒരുപാട് പെർഫ്യൂംസും ബോഡി സ്പ്രേസും നമുക്കുണ്ട്. അതൊക്കെയാണ് കൂടുതലായിട്ടും അത്ര അടിച്ചുകൊണ്ട് കയറണം എന്നല്ല പറഞ്ഞു, പക്ഷെ അറ്റ്ലീസ്റ്റ് ദുർഗന്ധം ഇല്ലാത്ത രീതിയിൽ എങ്കിലും ചെയ്യുക. വായനാറ്റം ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. അതൊന്നും വലിയ കുഴപ്പമല്ല, ഓരോരുത്തരുടെയും പ്രശ്നങ്ങളാണ്. ഡ്രസ്സ്, കൂടുതൽ ഡ്രസ്സ് ഇല്ലെങ്കിൽ ഉള്ള ഡ്രസ്സ് മാന്യമായിട്ടാണോ. അപ്പൊ നിങ്ങൾ ചെല്ലുമ്പോൾ തന്നെ നിങ്ങൾ ഒരു ഇംപ്രസീവ് ലുക്ക് കൊടുക്കാൻ നോക്കുക. അതാ ഫസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് ആർ ഫാർ മോർ ലൈക്ലി ടു യെസ് ഇഫ് യു നോ ദ പേഴ്സൺ. നിങ്ങൾ ഒന്നുകിൽ ആ വ്യക്തിയെ നേരിട്ട് അറിയുമെങ്കിൽ കൂടുതൽ നല്ലത്, അല്ലെങ്കിൽ നിങ്ങളെ അത്തരത്തിലുള്ള ആളെ റെക്കമെൻഡ് ചെയ്തതാവണം. പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ സപ്ലിമെന്റ്സുകൾ പലപ്പോഴും അപരിചിതനായിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്ന് മേടിക്കാൻ ആളുകൾ വിമുഖത കാണിക്കുന്നുണ്ടോ. ഓപ്പർച്യൂണിറ്റിയുടെ കാര്യത്തിലും ഏറെക്കുറെ അത് സത്യമാണ്.
പരിചിതരായ വ്യക്തികളോട് കൂടുതൽ, എന്നാൽ അവരുടെ നിന്ന് നോ കേൾക്കുന്നുണ്ടാവും, റിജക്ഷൻസ് കൂടുതൽ കേൾക്കുന്നുണ്ടാവും, അറിയാവുന്ന വ്യക്തികൾ റിജക്ഷൻസ് കൂടുതൽ പറയുന്നുണ്ടാവും, പക്ഷേ കൺവേർഷൻ റേറ്റ് കൂടുതലാണ്. അപ്പൊ കസ്റ്റമേഴ്സ് ആർ ഫാർ മോർ ലൈക്ലി ടു സേ യെസ്. നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന വ്യക്തി യെസ് പറയാൻ കൂടുതൽ സാധ്യതയുള്ളത് എവിടെയാണ്? നിങ്ങൾ അയാളെ അറിയുന്ന വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ അങ്ങോട്ട് വിട്ട വ്യക്തി അഥവാ നിങ്ങൾക്ക് റെഫറൻസ് തന്ന വ്യക്തി പരിചിതനാണെങ്കിൽ യെസ് കേൾക്കാനുള്ള ചാൻസ് കൂടുന്നുണ്ടാവും. എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലായി കാണും. ഹോട്ട് ലിസ്റ്റ് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ? ഹോട്ട് ലിസ്റ്റ്, വാം ലിസ്റ്റ്, പിന്നെ കോൾഡ് ലിസ്റ്റ് എന്ന് പറയും. കോൾഡ് ലിസ്റ്റ് റിജക്ഷൻസും റെഫ്യൂസൽസും കൂടുതലായിരിക്കും, പക്ഷെ അവർ വന്നാൽ സോളിഡ് ആയിട്ട് നിങ്ങളുടെ ബിസിനസ്സിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. പക്ഷെ യെസ് കേൾക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോട്ട് ലിസ്റ്റോ വാം ലിസ്റ്റോ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ റെഫറൻസ് എടുക്കുക. ഗെറ്റ് ദ കസ്റ്റമർ ടു ഓ യു എ ഫേവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറയാം. ഇന്ന് കാലത്തെ നമ്മുടെ നന്ദകിഷോർ സാറ് മിറാക്കിൾ മോർണിംഗിൽ പറഞ്ഞ പോലത്തെ തന്നെ ഒരു എക്സാമ്പിൾ ആണ്. നിങ്ങളൊരു തുണിക്കടയിൽ തുണി എടുക്കാൻ പോകുമ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു 15-20 തുണി വാരി ഇടുന്നുണ്ടാവും. നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു പീസ് ആണെങ്കിലും ഒരു 20 പീസെങ്കിലും മുമ്പിലേക്ക് വാരി ഇടും. എന്തിനാണെന്ന് മനസ്സിലായോ? ഇത് ഈ പറഞ്ഞൊരു പോയിന്റാണ്. നിങ്ങൾ അവിടെ നിൽക്കാനും നിങ്ങൾ അത് ഇട്ടിട്ട് പോവാതിരിക്കാനും ഉള്ള ഒരു കണ്ടീഷൻസ് ഉണ്ടാക്കി വെച്ചതാണ് അത്രയും പ്രൊഡക്റ്റുകൾ എടുത്ത് മുമ്പോട്ട് ഇട്ടു. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ തന്നെ ഒരു തോന്നലുണ്ട്, ഇത്രയും പ്രൊഡക്റ്റ് അവർ കാണിച്ചിട്ട് അല്ല ഇത്ര സാരിയോ ചുരിദാറോ ഷർട്ടോ എടുത്തിട്ട് ഞാൻ എങ്ങനെ ഇത് കളഞ്ഞിട്ട് പോവുക? നിങ്ങൾക്ക് ഒരെണ്ണേ ആവശ്യമുള്ള 10-25 എടുത്ത് മുമ്പിലേക്ക് ഇട്ടു, അതോടുകൂടി തന്നെ നിങ്ങൾ അവിടെ കുടുങ്ങി. ഇതാണ് ഗെറ്റ് ദ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ 25 പ്രൊഡക്റ്റ് കൊണ്ട് അവരുടെ മുമ്പിൽ കൊണ്ട് വെക്കാനല്ല ഞാൻ പറഞ്ഞു. നിങ്ങൾ അവരോട് സംസാരിക്കുമ്പോൾ അനുചിതമായിട്ടുള്ള ആ സാഹചര്യത്തിന് ഇണങ്ങുന്ന രീതിയിലുള്ള കുറേയേറെ ഇൻഫോർമേഷൻസ് അവർക്ക് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ പലപ്പോഴും നമ്മൾ പറഞ്ഞ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ നേരെ ചെന്ന് പ്ലാനോ പ്രൊഡക്റ്റോ പ്രസന്റ് ചെയ്യുന്ന ആ വീടൊന്ന് ഒബ്സർവ് ചെയ്യുക, അവരെ കോംപ്ലിമെന്റ് ചെയ്യാവുന്ന കുറച്ച് ഫാക്ടേഴ്സ് കണ്ടെത്തുക, അവിടെ ഇരിക്കുന്ന ട്രോഫിയോ ഷീൽഡോ കണ്ടാൽ അത് ആരുടെയാണെന്ന് ചോദിക്കുക, മക്കളെ പറ്റി കൊച്ചുമക്കളെ പറ്റി സംസാരിക്കാൻ ഒരു അവസരം കൊടുക്കുക, വീടിന്റെ കളറിങ്ങോ പെയിന്റിങ്ങോ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക, വീട്ടിലുള്ള ഡെക്കറേഷൻസിനെ പറ്റി ഒന്ന് പറയാം. കൂടുതലും നിങ്ങൾ അവിടെ ചെല്ലുന്നതോടെ തന്നെ അവർക്കൊരു നല്ലൊരു വ്യക്തിത്വമാണ് വന്നൊരു ഇംപ്രഷൻ കാസ്റ്റ് ചെയ്യാം. സ്വാഭാവികമായിട്ടും അവർക്ക് നിങ്ങളോടൊരു വിധേയത്വം തോന്നുന്ന രീതിയിൽ പെരുമാറണം. ക്ലിയർ ആണോ? എന്തായാലും കടയിലെ പോലെ നമുക്ക് തുണിയൊന്നും അവരുടെ മുഖത്തേക്ക് വലിച്ചിടാനില്ല. പക്ഷെ നിങ്ങളുടെ അടുത്തുള്ള അറിവും നിങ്ങൾ ഈ ഇൻഡസ്ട്രിയും നിങ്ങളുടെ ഈ പ്രൊഡക്റ്റുള്ള നോളജും എല്ലാം നിങ്ങൾ അവരോട് റാപ്പോ ബിൽഡിങ്ങിന് ഗുണം ചെയ്യും. അപ്പൊ ഈ 3 പോയിന്റ് നോട്ട് ചെയ്തല്ലോ. ഒന്ന്, നിങ്ങളൊരു ലൈക്കബിൾ പേഴ്സൺ, നിങ്ങളെ കണ്ടാൽ തന്നെ ഒരു ഇംപ്രഷൻ കാസ്റ്റ് ചെയ്യുന്ന നല്ലൊരു വ്യക്തിത്വത്തിനുടമയാണെന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ എപ്പോഴും അറിയേണ്ട കാര്യം, യെസ് പറയണം എന്നുണ്ടെങ്കിൽ അറിയാവുന്ന വ്യക്തികളോടോ അല്ലെങ്കിൽ അറിയാവുന്നവർ പറഞ്ഞു തന്ന റെഫറൻസിലോ പോയി ഓപ്പർച്യൂണിറ്റിയോ പ്രൊഡക്റ്റോ കാണിച്ചാൽ സെയിൽസിനുള്ള സാധ്യതയും ജോയിനിങ്ങിനുള്ള സാധ്യതയും കൂടുതൽ കിട്ടും. യെസ് കിട്ടാൻ സാധ്യതയുണ്ട്. കസ്റ്റമർ ഒരു ഫേവർ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി എന്തോ ചെയ്തതായിട്ട് അവർക്ക് കൂടെ തോന്നണം. പൊസിഷൻ ബൈങ് ആസ് എ കൺസിസ്റ്റന്റ് വിത്ത് സെൽഫ് ഇമേജ്. നിങ്ങളുടെ ഇമേജിന്റെ ബലത്തിൽ നിങ്ങൾ പറയുന്ന ഇൻഫോർമേഷനെ ബേസ് ചെയ്തുകൊണ്ട് മേടിക്കുക എന്നുള്ളത് ഒരു വലിയ ആവശ്യമായിട്ട് അവർക്ക് തോന്നണം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെന്ന് കഴിഞ്ഞിട്ട് ഇന്നത്തെ സാഹചര്യങ്ങളെ വിലയിരുത്തുന്ന രീതിയിൽ ഇന്ന് നമ്മൾ കണ്ടിട്ടുണ്ടാവും, മക്കളും കൊച്ചുമക്കളും ഒക്കെ ഓൺലൈനിലാണല്ലോ സാധനം മേടിക്കുന്നത്. ഫ്ലിപ്കാർട്ട്, ആമസോണിൽ കൂടെയും ജബോങ്ങും മിന്ത്രോയിൽ കൂടെ ഒക്കെ അല്ലേ മേടിക്കുക. അപ്പോൾ ഓൺലൈൻ പർച്ചേസിങ് ഇന്നത്തെ ട്രെൻഡാണ്. ഒരുപക്ഷെ നമ്മൾ ഇച്ചിരി ഏജ്ഡ് ആയതുകൊണ്ടായിരിക്കും നമ്മൾ അതിലേക്ക് താല്പര്യം കാണിക്കുന്നത്. പക്ഷേ നമ്മുടെ മുമ്പിൽ അതിനേക്കാൾ നല്ലൊരു അവസരം വന്നിരിക്കും. ഇന്നത്തെ മക്കളെയും കൊച്ചുമക്കളെയും കടത്തി വെക്കാൻ പറ്റുന്ന രീതിയിൽ ഉൽപ്പന്നങ്ങൾ മേടിക്കുന്ന രീതിയാണ് ഡിജിറ്റൽ കമ്മ്യൂണിറ്റി കോമേഴ്സ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ വെസ്റ്റീജും വിന്നിംഗ് ടീമും അനുശാസിക്കുന്നതും ഇ കൊമേഴ്സിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പർച്ചേസിംഗ് പാറ്റേൺ ആണ്. ഇത് അവരുടെ ഇമേജ് കൂട്ടുന്നുണ്ടാവും. എന്ന് പറഞ്ഞാൽ മക്കളുടെയും കൊച്ചുമക്കളുടെയും ഇടയിൽ ഒന്നും അറിയാത്തവരായി കഴിയുന്ന നമുക്ക് ഇനി മുതൽ അവരുടെ മുമ്പിൽ ഒന്നുകൂടെ കാണിച്ചു കൊടുക്കാനുള്ള ഒരു അവസരമായി മാറി. എനിക്ക് നിന്നേക്കാൾ നല്ല രീതിയിൽ സാധനങ്ങൾ മേടിക്കാനുള്ള കഴിവ് ഇന്ന് വെസ്റ്റീജിലൂടെയും വിന്നിംഗ് ടീമിലൂടെയും കിട്ടി. ക്ലിയർ ആണോ? ഗെറ്റ് എൻഡോഴ്സ്ഡ് ബൈ ദ കസ്റ്റമേഴ്സ് പീയേഴ്സ്. ഇതാണ് നേരത്തെ പറഞ്ഞ, നിങ്ങൾ മുമ്പിലിരിക്കുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ നെയ്ബേഴ്സോ ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരുടെ റെഫറൻസിൽ പറയാം, ആ വ്യക്തി ഈ പ്രൊഡക്റ്റ് മേടിച്ചു, ആ വ്യക്തി ഓപ്പർച്യൂണിറ്റിയിൽ കണക്ട് ചെയ്തു, ഇന്ന് വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് നല്ല റിലീഫ് കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ അവരുടെ ടെസ്റ്റിമോണിയോ അവരെ ഒന്ന് കണക്റ്റോ ചെയ്ത് കൊടുക്കുക. പക്ഷെ മുമ്പേ പറഞ്ഞതിന് ശേഷമേ ചെയ്യാവൂ. വിളിക്കാൻ പോകുന്ന വ്യക്തിയോട് പറയണം, ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങളെ ഒന്ന് വിളിക്കുമേ, എന്നിട്ട് അവരെ തമ്മിൽ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. അത് നിങ്ങൾക്ക് യെസ് കിട്ടാനുള്ള സാധ്യത കൂട്ടുന്നുണ്ടാവും. ഇതിനെയാണ് എൻഡോഴ്സ് ചെയ്യാൻ. അത് ടെസ്റ്റിമണി കൂടി ആവാം, അവർക്ക് കിട്ടിയ വിശ്വാസമോ അവർ ഈ പ്രൊജക്റ്റുമായിട്ട് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്നതുകൊണ്ടോ ആവാം. അടുത്ത ഒരു പോയിന്റ്, യെസ് കിട്ടാൻ ഏറ്റവും കൂടുതൽ സാധ്യത ഉണ്ടാക്കി തരുന്ന ഒന്നാണ്, ഇപ്പോൾ എടുത്താൽ നല്ലതാണ്, മാർച്ച് മാസമാണ്, ഏപ്രിൽ മുതൽ വില കൂടാൻ സാധ്യതയുണ്ട്. ജോയിനിങ്ങിന്റെ നിബന്ധനകൾ ചിലപ്പോൾ മാറിയേക്കും, ഇപ്പോഴുള്ള ഫ്ലെക്സിബിലിറ്റി ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ഉദാഹരണത്തിന് നിങ്ങൾ കണ്ടു, വുമൻസ് ഡേ പ്രമാണിച്ച്
നീട്ടിയ ഓഫർ ഈ 14-ാം തീയതി 15-ാം തീയതി വരെ നീട്ടി കിട്ടി. സ്ത്രീകൾക്ക് ജോയിനിങ്ങിനകത്ത് 50 PV എക്സ്ട്രാ അല്ലെ 50% എക്സ്ട്രാ എന്നൊക്കെ പറഞ്ഞുള്ള കുറെ ഓഫർ വന്നു അല്ലെ. ഒരു പക്ഷെ അത് ഈ പറഞ്ഞ രീതിയിൽ ഇപ്പൊ ചെയ്തു ആനുകൂല്യങ്ങൾ കൂടുതൽ കിട്ടും, കുറച്ച് വൈകിയാൽ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടും. ഇപ്പോൾ മേടിച്ചോ പ്രൈസ് കുറഞ്ഞിരിക്കും, ഇനി പ്രൈസ് കൂടിയെന്ന് വരാം. ഏപ്രിൽ മുതൽ കോസ്റ്റ് റിവൈസ് ചെയ്തു എന്ന് വരാം. ഏപ്രിൽ മുതൽ ചിലപ്പോൾ വ്യവസ്ഥകൾക്ക് മാറ്റം വന്നെന്ന് വരാം. ഞാൻ പറഞ്ഞത് ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അർജൻസി ക്രിയേറ്റ് ചെയ്യാൻ ഗുണം ചെയ്യും. അവരെടുക്കുന്ന തീരുമാനം പിന്നെ നോക്കി പറയാം, ആലോചിച്ചിട്ട് പറയാം എന്നുള്ളത് ഒഴിവാക്കാൻ ഇത് ഉപകരിക്കും. പക്ഷെ നിങ്ങൾ പ്രസന്റ് ചെയ്യുന്നത് ആ രീതിയിലാണെങ്കിൽ ബിക്കം എ റെസ്പെക്റ്റഡ് അതോറിറ്റി, നിങ്ങൾ വിശ്വാസയോഗ്യനായ ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു. ഉദാഹരണത്തിന് ഞാൻ എന്നെ പറയുമ്പോൾ ഞാൻ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ഫ്രം റിട്ടയർഡ് ഫ്രം ഇന്ത്യൻ നേവി, ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് കിട്ടിയ ഒരു അതോറിറ്റിയാണ്. അത് പറയുന്നതോടുകൂടി തന്നെ പലപ്പോഴും പറയുന്ന വ്യക്തികൾ കേൾക്കാൻ താല്പര്യം കൂടുതൽ കാണിക്കാറുണ്ട്. നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്റ്റാമ്പ് വാല്യൂ ഉണ്ടാക്കിയെടുക്കാം. അതിന് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് നേവി ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെച്ച് വിരമിച്ച ശേഷം അല്ലെങ്കിൽ അതിനോടൊപ്പമാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഇറ്റ് ബിക്കംസ് അതോറിറ്റി. നല്ലൊരു വീട്ടമ്മയാണ്, എൻ്റെ ഭർത്താവ് ഇന്നടുത്ത് വർക്ക് ചെയ്യുന്നു, മക്കൾ ഇന്നടുത്താണ്, ഇന്ന് സ്കൂളുകളിൽ പഠിക്കുന്ന, കോളേജിൽ പഠിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഞാൻ വീട്ടിലിരുന്ന് സമയം വേസ്റ്റ് ചെയ്യുന്നതിന് പകരം അതിനെ പ്രൊഡക്റ്റീവ് ആക്കി മാറ്റിക്കൊണ്ടാണ് ഈ ഓപ്പർച്യൂണിറ്റി കൈകാര്യം ചെയ്യുന്നത്. ദാറ്റ് ബിക്കംസ് ആൻ അതോറിറ്റി. പലർക്കും അത് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും. വെറുതെ കുട്ടിയിരുന്ന് സീരിയൽ കാണുന്നതിന് പകരം ഈ ഒരു പ്രൊജക്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഇങ്ങനെ ചില സ്റ്റേറ്റ്മെന്റുകളും ചില അപ്രോച്ചുകളും ചെയ്യുകയാണെങ്കിൽ യെസ് കിട്ടാനുള്ള സാധ്യത കൂടും. ആൻഡ് ബിഫോർ മീ കൺക്ലൂഡ്, ഇന്നത്തേക്ക് അലോട്ട് ചെയ്ത 1 മണിക്കുള്ള സമയം തീരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ ഈ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് കൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇതിലൂടെ നിങ്ങൾക്ക് യെസ് കിട്ടാനുള്ള ചാൻസ് കൂട്ടാം. അതിനെ 3 സ്റ്റെപ്പ് ഫ്രെയിംവർക്ക് എന്നാണ് വിളിക്കുക. ഇനിയിപ്പോ ഇതുവരെ പറഞ്ഞതൊന്നും ഓർമ്മ നിന്നില്ലെങ്കിലും ഈ 3 സ്റ്റെപ്പെങ്കിലും ഓർത്ത് വെക്കുക. അതിലൂടെ നിങ്ങൾക്ക് യെസ് കിട്ടാനുള്ള സാധ്യത കൂട്ടും. എന്തൊക്കെയാണെന്ന് കേട്ടോ. ഒബ്ജെക്ഷൻസ് വരുന്ന സമയത്ത് ഒബ്ജെക്ഷൻസ് മുഴുവൻ കേട്ട ശേഷം നിങ്ങൾക്ക് ഈ 3 സ്റ്റെപ്പ്, അതിനെ നമ്മൾ വിളിക്കുന്നത് ഫീൽ ഫെൽറ്റ് ഫൗണ്ട് എന്നാണ്. FFF, ഫീൽ ഫെൽറ്റ് ഫൗണ്ട് ടെക്നിക് എന്നാണ് വിളിക്കുന്നത്. ഇതൊരു ടെക്നിക്കാണ്, ചെയ്ത് വിജയിച്ചിട്ടുള്ളതാണ്, ആളുകൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതുമാണ്. ഈ വാക്കിൽ തന്നെ അതിന്റെ അർത്ഥം ഒളിച്ചിരിക്കുന്നുണ്ട്. ഫീൽ, എംപതി എന്നാണ് പറഞ്ഞത്, സിമ്പതി അല്ല കേട്ടോ. ബോധപൂർവ്വം ഞാൻ അതുകൊണ്ടാണ് അവിടെ എംപതി എന്ന് തന്നെ അടിച്ചത്. നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ പ്രശ്നം പ്രൈസ് കൂടുതലാണ്, അല്ലെങ്കിൽ ഇതുപോലത്തെ വേറെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് സമയമില്ല, ഇപ്പോൾ ഇതൊരു മുൻതൂക്കമില്ലാതല്ല, ഇങ്ങനെ ഏതെങ്കിലും 6 ഒബ്ജക്ഷനോ ഉള്ളൂ. അതെന്ത് പറഞ്ഞാലും അത് മുഴുവനായിട്ട് കേട്ട ശേഷം അതിനെ നിസ്സാര ഭാവത്തിൽ കാണാതെ അവരോടൊപ്പം സഹകരിക്കുക. എങ്ങനെ? അക്നോളജ് ദ പ്രോസ്പെക്ട്സ് ഫീലിംഗ്. ഇപ്പൊ പ്രോസ്പെക്ട്സിന്റെ മനസ്സിൽ എന്താണ് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ അക്നോളജ് ചെയ്യണം. എങ്ങനെ പറയണം? ഐ അണ്ടർസ്റ്റാൻഡ് ഹൗ യു ഫീൽ അബൌട്ട് ദ പ്രൈസ്. വില കൂടുതലാണ് പറഞ്ഞെന്നുണ്ടെങ്കിൽ ഉടനെ ഉദാഹരണം പറയേണ്ടത് വില കൂടുതലാണോ എന്ന് തിരിച്ചു ചോദിക്കുന്നതിന് പകരം, വില കൂടുതലല്ലല്ലോ എന്ന് ആർഗ്യൂ ചെയ്യുന്നതിന് പകരം ഉടനെ പറയേണ്ടത് മാഡം, സർ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. അതായത് ഇപ്പോൾ എന്റെ കയ്യിൽ ഇരിക്കുന്ന ഈ പ്രൊഡക്റ്റിന് വില കൂടുതലാണെന്നാണ് സാർ അല്ലെ മാഡം പറഞ്ഞത് അല്ലെ. അപ്പൊ അവർ പറയും അതെ വില കൂടുതലല്ലേ. ഈ സമയത്ത് പറയണം, എന്തിനെങ്കിലും വില കൂടുതലാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ അഫോർഡബിലിറ്റി നമുക്ക് ഇല്ലാത്തത് കൊണ്ടായിരിക്കും. നിരത്തിലോടുന്ന കാറിൽ ബെൻസിനുള്ള വിലയ്ക്ക് അല്ലല്ലോ നാനോ, അല്ലെങ്കിൽ നാനോ വിൽക്കുന്ന വിലയ്ക്ക് ഒരിക്കലും ബെൻസ് വിൽക്കാൻ പറ്റുന്നില്ല. ഇതിൽ ഏതിനാണ് വില കൂടുതൽ എന്നുള്ളത് നമ്മൾ പറയുക. നമുക്ക് നാനോ അഫോർഡബിൾ ആണെങ്കിൽ ബെൻസ് വില കൂടുതലാണ്. പക്ഷെ ബെൻസ് അഫോർഡ് ആയിട്ടുള്ള വ്യക്തിക്ക് അതൊരിക്കലും വില കൂടുതലല്ല. അപ്പൊ നമുക്ക് മൂല്യം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വില കൂടുതലാണെന്നുള്ള പ്രശ്നമില്ല. പലപ്പോഴും നമ്മൾ മൂല്യം അറിയാത്തത് കൊണ്ടാണ് വില കൂടുതലാണെന്ന് പറയുന്നത്. ക്ലിയർ ആണോ അല്ലേ? അപ്പം എംപതി, എനിക്കറിയാം നമ്മുടെ സാമ്പത്തിക ശേഷി ആയിരിക്കും ഒരുപക്ഷെ ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് നമ്മളെ പുറകോട്ട് വലിക്കുന്നത്. ഞാനും ഇങ്ങനെ ആയിരുന്നു. പക്ഷെ ഇന്ന് ഈ ഓപ്പർച്യൂണിറ്റി വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തപ്പോൾ എനിക്കിത് അഫോർഡബിൾ ആയി മാറി, അല്ലെങ്കിൽ ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സുകൾ ഉപയോഗിക്കാൻ എനിക്കും സാധ്യമായി. ആദ്യം തന്നെ ആ ഫീലിംഗ് പറയുക. എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ ഫീലിംഗ്, അതാണ് ഫസ്റ്റ് എഫ്. ഫീൽ. അതിന്റെ സിമ്പതി എന്നല്ല പറഞ്ഞത്, എംപതി. എനിക്ക് മനസ്സിലാവുന്നുണ്ട്, എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാനും ഇതുപോലത്തെ ഒരു അവസ്ഥയിലായിരുന്നു കുറച്ചു കാലങ്ങൾക്ക് മുമ്പ്. ഫീൽ. രണ്ടാമത്തെ നോക്കിയ ഫെൽറ്റ്. ഷെയർ ദാറ്റ് അതർ സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ്. ഇതുപോലെ പല കസ്റ്റമേഴ്സും മുമ്പും പ്രപ്പോസൽസ് പറയുമ്പോൾ അവരും പറഞ്ഞിരുന്ന ഒബ്ജക്ഷൻ ആണ് മാഡവും പറഞ്ഞത്, അതായത് വില കൂടുതലല്ലേ, അല്ലെങ്കിൽ എനിക്കിപ്പോൾ ആവശ്യമില്ല, അല്ലെ എൻ്റെ സമയമില്ല, എനിക്ക് കോണ്ടാക്ട് ഇല്ല, എനിക്ക് നിങ്ങളെ പോലെ സംസാരിക്കാൻ അറിയില്ല. മെനി ഓഫ് അവർ കറന്റ് ആൻഡ് ലോങ് ടേം ക്ലയൻസ് ഫെൽ ദ സെയിം വേ ഇനിഷ്യലി. ഇപ്പൊ മാഡം പറഞ്ഞ അതേ സ്റ്റേറ്റ്മെന്റ് എന്നോട് ഒരുപാട് കസ്റ്റമേഴ്സ് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് സമയമില്ലാന്നോ, അല്ലെങ്കിൽ പൈസ ഇല്ലാന്നോ, അല്ലെങ്കിൽ കോണ്ടാക്ട് ഇല്ലാന്നോ ഉള്ളത്. പക്ഷെ അത് ആദ്യകാലത്ത് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. പക്ഷെ കാലം പോയപ്പോൾ അവർ തെളിയിച്ചു, ഇപ്പോൾ അവർക്ക് അതൊരു പ്രശ്നമേ അല്ല. ഷെയർ ദാറ്റ് അതർ സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ്. മറ്റുള്ള വ്യക്തികൾ ഈ ഉൽപ്പന്നം മേടിക്കുകയോ ഈ ഓപ്പർച്യൂണിറ്റിയിൽ കണക്റ്റോ ചെയ്തതിനു ശേഷം അവർക്ക് ഇപ്പോൾ എന്ത് തോന്നുന്നു
എന്നുള്ളതൊന്ന് പറയാൻ ശ്രമിക്കുക. തീരുന്നില്ല, മൂന്നാമത്തെ എഫും കൂടിയുണ്ട്, അതാണ് ഫൗണ്ട്. അതെന്താ പറയണ്ടേ? സൊല്യൂഷൻ. ആദ്യം ഇങ്ങനെ തോന്നി, പക്ഷേ മറ്റുള്ളവർക്ക് അങ്ങനെയാണ്. ഇനി ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: റിവീൽ ദാറ്റ് ദ സെയിം കസ്റ്റമർ ഡിസ്കവേർഡ് ദാറ്റ് ദ വാല്യൂ, ക്വാളിറ്റി, റിട്ടേൺ, ഇതിൽ നിന്നും കിട്ടുന്ന മൂല്യം അല്ലെങ്കിൽ ഇതിന്റെ മെച്ചം, ഗുണം, ഇതെല്ലാം ഇന്ന് അവർക്ക് ബോധ്യം വന്നു. അതാണ് ഫൗണ്ട്. അവർക്കും മനസ്സിലായി എന്തോന്ന്, ഇതൊരു സൊല്യൂഷൻ, ഇന്ന് അവരനുഭവിക്കുന്ന പ്രോബ്ലത്തിനുള്ള പരിഹാരം ഇതിനകത്തുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അതിനാണ് പറയുന്നത് ബട്ട് ദേ ഫൗണ്ട്. ആര് ഫൗണ്ട് ചെയ്തു? ഇതുപോലെ മുമ്പ് ഒബ്ജെക്ഷൻസ് റേസ് ചെയ്ത പലരും പിൽക്കാലത്ത് എന്നോട് പറയുകയുണ്ടായി, ദി എഫിഷ്യൻസി ഗെയിൻസ് പെയ്ഡ് ഫോർ ദി ഇൻവെസ്റ്റ്മെന്റ്. ഞാൻ അല്പം പൈസ കൂടുതൽ കൊടുത്തിട്ടാണെങ്കിൽ പോലും എന്റെ പല പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഇതിലൂടെ നേടാൻ സാധിച്ചു. അത് കഴിഞ്ഞ 45 ദിവസം കൊണ്ടോ 6 മാസം കൊണ്ടോ 3 മാസം കൊണ്ടോ കിട്ടി. അപ്പൊ 3 കാര്യങ്ങൾ ഒന്നുകൂടെ ഞാൻ പുറകോട്ട് പോയി കാണിക്കാം. ഫീൽ, ഫെൽറ്റ്, ഫൗണ്ട്. ഫീൽ, എംപത്തി. ആദ്യം തന്നെ ഒരു ഒബ്ജക്ഷൻ പറഞ്ഞാൽ അത് മുഴുവൻ കേട്ടതിന് ശേഷം അവരോട് പറയേണ്ടത്, പ്രതികരിക്കേണ്ടത് ഇങ്ങനെയാണ്: എനിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്, മാഡം പറഞ്ഞതിനകത്ത് തെറ്റൊന്നുമില്ല, മാഡത്തിന് എന്ത് ഫീലിംഗ് ആണ്, സാറിന് എന്ത് ഫീലിംഗ് ആണ് ഉണ്ടാകുന്നത് എനിക്ക് മനസ്സിലാവും. കാരണം ഞാൻ പലരോടും സംസാരിച്ചപ്പം അവരും സാർ പറയുന്ന പോലെ തന്നെ പറഞ്ഞു. അപ്പൊ അവർക്ക് മനസ്സിലായി, ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞതിൽ കഴമ്പുണ്ട്, വെറുതെ പുച്ഛിച്ച് തള്ളിയില്ല. പക്ഷെ അതിനുശേഷം നമ്മൾ രണ്ടാമതൊരു കാര്യം പറയുന്നുണ്ട്, അതാണ് ഫെൽറ്റ്. പലരും ഞാനിത് പറഞ്ഞ സമയത്ത് ഇതുപോലെ പറഞ്ഞ പലരും എനിക്ക് മുമ്പ് ഉണ്ടായിരുന്നു. അവരും ഇതൊക്കെ തന്നെ പറഞ്ഞവരും എന്റെ സുഹൃത്തുക്കളായിട്ടും എന്റെ ബന്ധുക്കളായിട്ടുള്ളവർ പലരും എന്നോട് ഇത് തന്നെ പറഞ്ഞിരുന്നു. എന്നിട്ട് ലാസ്റ്റ് ആൻഡ് ഫൈനൽ പക്ഷെ ഇന്ന് അവര് ഇത് ഉപയോഗിക്കുകയോ ഈ ഓപ്പർച്യൂണിറ്റിയിൽ കണക്റ്റോ ചെയ്തതിനു ശേഷം അവരിപ്പോ പറയുന്നുണ്ട്, തീർച്ചയായിട്ടും അന്ന് എടുത്ത തീരുമാനം, അന്ന് ഞാനെടുത്ത് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഞാൻ മേടിച്ച ഈ പ്രൊഡക്റ്റ് എനിക്ക് ഒരുപാട് റിട്ടേൺ തന്നു, ലോങ് റണ്ണിൽ എനിക്ക് ഒരുപാട് ഗുണകരമായി തീർന്നു എന്നുള്ളത് പറഞ്ഞു. കൃഷിക്ക് വേണ്ടി ഞാൻ ഹ്യൂമിക് ഗ്രാനുൾസ് ഉപയോഗിച്ചതിന് ശേഷം എന്റെ വിളവിലുണ്ടായ മാറ്റം, കീടങ്ങളുടെ ആക്രമണത്തിലുള്ള കുറവ്, ഉൽപാദന ചെലവിൽ വന്ന കിഴിവ് ഇപ്പോൾ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട് അത് നല്ല തീരുമാനമായി എന്നുള്ളത്. അപ്പൊ ഈ ഒരു അപ്രോച്ചിലൂടെ പലപ്പോഴും നമുക്ക് ഇതുവരെ പറഞ്ഞ പല കാര്യങ്ങൾക്കും നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നിത്യേന മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ ഇന്നും കൈകാര്യം ചെയ്യുന്ന ഒബ്ജക്ഷൻസ് ഏതാണ്ടൊക്കെ ഏറെക്കുറെ സെയിം ആണ്. നിങ്ങൾ ആദ്യ തുടക്കകാലത്ത് കേട്ട അതേ ഒബ്ജക്ഷൻസ് തന്നെ ആയിരിക്കും പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. പക്ഷെ നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തി ഇത് കൈകാര്യം ചെയ്ത് ഒരുപാട് ഉയരങ്ങളിലേക്ക് നീങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം ആരെങ്കിലും ഒബ്ജക്ഷൻ പറഞ്ഞാൽ അതിനെ ഉടക്കില്ല, ദേഷ്യം കാണിക്കില്ല, മുൻകോപമില്ല. അത് പൂർണ്ണമായി ഉൾക്കൊണ്ടിട്ട് അവരോട് പറയുന്നുണ്ടാവും, പ്രശ്നങ്ങളുണ്ട്, പൈസ ഇല്ല എന്നുള്ളൊരു പ്രശ്നം തന്നെയാണ്, സമയമില്ല എന്നുള്ളതും അതെ, കോണ്ടാക്ട് ഇല്ല എന്നുള്ളതും അല്ല, നിങ്ങളെപ്പോലെ ചടുലമായി സംസാരിക്കാൻ അറിയില്ല, സത്യമായിട്ടും അതൊരു പ്രശ്നം തന്നെയാണ്, എനിക്കും ഉണ്ടായിരുന്ന പ്രശ്നം. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അതിനകത്ത് ഓവർകം ചെയ്തു. ഇന്ന് ഏറെക്കുറെ നല്ല രീതിയിൽ സംസാരിക്കാവുന്ന ഒരു പരുവത്തിലേക്ക്. നമ്മുടെ ഇവിടെ തന്നെ മിറാക്കിൾ മോർണിംഗിൽ കാലത്ത് കയറുന്ന പലരും പറയാറുണ്ട്, ഇതുപോലെ നിന്ന് സംസാരിക്കാനോ ഇതുപോലൊരു സബ്ജക്ട് കൈകാര്യം ചെയ്യാനോ എന്നെ കൊണ്ട് പറ്റുമെന്ന് ഞാൻ സ്വപ്നേനെ കഴിച്ചില്ല. പക്ഷെ ഇന്നോ സ്റ്റേജിൽ കയറുന്ന പലരും പറയാറില്ലേ. സോ ദാറ്റ് ഈസ് കോൾഡ് ഫീൽ, ഫെൽറ്റ്, ഫീൽ, ഫൗണ്ട്, ഫെൽറ്റ് എന്നുള്ള അപ്രോച്ചിലൂടെ അത് നമുക്ക് മാറ്റാൻ പറ്റും. എന്തായാലും ഞാൻ ഇപ്പൊ ചെയ്ത ഈ ഒരു ഒബ്ജക്ഷൻ ഹാൻഡ്ലിങ്ങിന്റെ ഒരു ചെറിയ മൊഡ്യൂളാണ് ഇതൊക്കെ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു 1 ഡേ വർക്ക്ഷോപ്പ് ഒക്കെ കണ്ടക്ട് ചെയ്ത് ചെയ്യാവുന്ന പരിപാടികളാണ്. അതിനകത്ത് നമുക്ക് റോൾ പ്ലേ ചെയ്യാൻ പറ്റുന്നതാണ്, എക്സ്പീരിയൻസ് ഷെയറിംഗ് ചെയ്യാൻ പറ്റുന്നതാണ്, ടെസ്റ്റിമോണി എടുക്കാൻ പറ്റുന്നതാണ്. എന്തായാലും ഞാൻ ഇപ്പൊ ചെയ്ത ഈ സെഷനിലൂടെ ഗുണം കിട്ടിയെന്ന് പറയുന്ന ഒരു 3 പേര്, അവർക്ക് ഇതിൽ നിന്ന് കിട്ടിയ ലേണിങ്ങും അവർ ഇനി ചെയ്യാൻ പോകുന്ന, ഇനി ആരെങ്കിലും അപ്രോച്ച് ചെയ്യുകയോ പ്ലാൻ കാണിക്കുകയോ പ്രൊഡക്റ്റ് കൊടുക്കുകയോ ചെയ്ത ശേഷം അവർ ഒബ്ജക്ഷൻ പറയുകയാണെങ്കിൽ കൈകാര്യം ചെയ്യാൻ പോകുന്നതിൽ എന്ത് മാറ്റം വരുത്തുമെന്നും 3 പേർക്ക് പറയാം. 3 പേര് നിങ്ങളിപ്പോൾ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം ഓപ്പൺ ചെയ്യുന്ന 3 പേർക്ക് ഞാൻ ഇപ്പൊ ചെയ്ത സെഷനിൽ നിന്ന് കിട്ടിയ ഏതെങ്കിലും ഒരു ലേണിംഗ് അവരിനി പ്രാവർത്തികമാക്കുമെങ്കിൽ മാത്രം ഇവിടെ വിളിച്ചു പറയാം, അല്ലെങ്കിൽ പറയണ്ട. 3 പേർക്കേ ഉള്ളൂ. ആദ്യത്തെ 3 പേര് ആരാണത്? ഫാസ്റ്റ് ബട്ടൺ എന്ന് പറഞ്ഞ പോലെ ഫാസ്റ്റ് ഫിംഗർ ആദ്യം പ്രസ് ചെയ്യുന്ന 3 പേർക്ക് ഇപ്പം അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയിലാണ്. ആദ്യം സബ്രീന, സന. സബ്രീന കേട്ടില്ല? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് സബ്രീന. വളരെ എന്താ പറയാന്, കുറച്ച് ടൈമായിട്ട് ഈ ഒരു റിജക്ഷന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു സംഗതിയായിരുന്നു. അതായത് എന്നേക്കാൾ കൂടുതൽ എന്റെ ടീമിൽ വരുന്നവർ എന്നോട് റിജക്ഷന് കേൾക്കുന്നുണ്ട്, എന്താ ചെയ്യാൻ, ഇങ്ങനെ ഓരോരുത്തർ പറയുന്നുണ്ട്. അപ്പൊ അവർക്ക് മോട്ടിവേഷൻ കൊടുക്കുമ്പോഴും എവിടെയോ എന്തൊക്കെയോ മിസ്സിംഗ് ഉള്ളത് പോലെ തോന്നാറുണ്ടായിരുന്നു. അപ്പൊ ആ മിസ്സിംഗ്നെസ് എന്താണെന്ന് വെച്ചാൽ അത് ഇന്ന് ഫുൾഫിൽ ആയി. എല്ലാത്തിനും സൊല്യൂഷൻ ആയില്ലെങ്കിൽ പോലും നമ്മൾ റൈറ്റ് ആയിട്ടുള്ള മാർഗത്തിലൂടെയാണ് ചരിക്കുന്നതെന്നും തീർച്ചയായിട്ടും നമ്മൾ റിപ്പീറ്റഡ്ലി കൈകാര്യം ചെയ്താൽ നമുക്കും ഇതുപോലെ തന്നെ
ഒബ്ജെക്ഷൻസ് വരും, വരാതിരിക്കില്ല. നിങ്ങൾ മാർക്കറ്റിംഗിലാണോ സെയിൽസിലാണോ ഒബ്ജെക്ഷൻസ് വരും. വന്നില്ലെങ്കിൽ നിങ്ങൾ പ്ലാൻ കാണിക്കുന്നില്ല, പ്രൊഡക്റ്റ് കൊടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അർത്ഥം. പക്ഷേ ഒബ്ജെക്ഷൻസിനെ ഒബ്ജെക്ഷനായിട്ട് കൈകാര്യം ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. എന്തായാലും സബ്രീന പറഞ്ഞ വാർഡ് പലർക്കും വേണ്ടിയാണ് അബ്രീന സംസാരിച്ചത്. ഒരുപാട് പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒബ്ജെക്ഷൻസ് എനിക്ക് മാത്രമല്ല മാർക്കറ്റിംഗിലാണോ ഉണ്ടാവും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ നാളെ ഇറങ്ങി ചെയ്യുമ്പം എനിക്ക് ഒബ്ജെക്ഷൻസ് വരില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ തെറ്റി. പക്ഷെ ആ ഒബ്ജെക്ഷൻസ് ഇന്ന് വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ ഞാൻ പ്രാക്ടീസിലൂടെ പഠിച്ചെടുത്തു, തിയറി ക്ലാസ്സിലൂടെ അല്ല കേട്ടോ. വേറെ ആരെങ്കിലും? സെക്കൻഡ് പേഴ്സൺ ഫാസ്റ്റ്, നെക്സ്റ്റ് ഫിംഗർ. 100, 100, 200 പേര് വന്ന പ്ലാറ്റ്ഫോമിനകത്ത് ഞാൻ വെച്ച് കടിപിടി വിടുമെന്ന് കരുതിയ എനിക്ക് പറയണം ഞാനിപ്പോ പറയാമെന്ന് പറഞ്ഞ് വരുമെന്ന് കരുതി. എന്തായാലും ആരും വരുന്നില്ല എന്നുള്ള ദൈവാനുഗ്രഹം ഉണ്ട്. കാരണം എല്ലാവർക്കും എല്ലാം മനസ്സിലായതുകൊണ്ടാണെന്ന് എനിക്കറിയാം. സീനിയേഴ്സ് ആയിട്ടുള്ള പലരും ഉണ്ട്, പക്ഷെ അവരും മിണ്ടാതിരിക്കുന്നത് നിങ്ങൾക്ക് അവസരം തന്നിട്ടാണ്. പുതിയതായിട്ടുള്ളവർക്ക് ഏറ്റവും കൂടുതൽ സംസാരിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് നമ്മുടെ സന്തോഷ് കട്ടപ്പനയോ അല്ലെങ്കിൽ സുനിൽ മാധവോ ഒക്കെ സൈലന്റ് ആയിട്ടിരിക്കുന്നത്. ആഷിഫ പറഞ്ഞോളൂ. ഹലോ. അഷിഫ അച്ചി പറഞ്ഞു. വെരി ഗുഡ് മോർണിംഗ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സെഷൻ ആയിരുന്നു. ജോയിൻ ചെയ്യാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. അത് എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ പറഞ്ഞു. കുറച്ച് അധികം റിജക്ഷൻസ് കേട്ടിരിക്കുന്ന സമയമാണ് ഇപ്പോ. നോമ്പൊക്കെ ആയതുകൊണ്ടായിരിക്കും ടൈമില്ല എന്നൊക്കെയാണ് ഇപ്പൊ പറയുന്നത്. അപ്പം എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് നല്ല രീതിയിൽ സെർവ് പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ചെയ്യുവോ? ചെയ്യും. അത് മതി. അൾട്ടിമേറ്റ്ലി ഈ കേട്ടത് പ്രവർത്തനത്തിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇറങ്ങുക മാർക്കറ്റിലേക്ക്, ബാഗ് എടുത്ത് കയ്യിൽ പിടിക്കുക, പ്രൊഡക്റ്റ് എടുത്ത് കയ്യിൽ പിടിക്കുക, 2 ബാഗുമായിട്ട് അങ്ങോട്ട് ഇറങ്ങുക, എന്നിട്ട് അങ്ങോട്ട് കേൾക്കുക. അത് ഓരോന്ന് കൈകാര്യം ചെയ്യുമ്പോൾ ഉള്ളിലൊരു ചിരി വരണം. ഞാൻ രാത്രി വിമൽ സാറ് പറഞ്ഞ സാധനം തന്നെ അതേ വരുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? അവരുടെ മുഖത്ത് നോക്കി ചിരിക്കരുത് കേട്ടോ, കളിയാക്കിയ പോലെ ആവുക. താങ്ക് യു. ഒരാളും ലാസ്റ്റ് ക്ലിയു ആരാത്? ക്ലിയു. പ്രീത പറയൂ. പ്രീത. വിമൽ സാർ ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. വിമൽ സാർ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും എപ്പോഴും പറയുന്ന കാര്യമാണെങ്കിൽ പോലും ഇത് ഒന്നുകൂടി ഒന്ന് ആവർത്തിച്ച് കേൾക്കുമ്പോൾ നമുക്കൊരു ധൈര്യം കിട്ടും. ചിലപ്പോ നേരത്തെ കേട്ടിട്ടുണ്ട്, അതൊക്കെ മനസ്സിലടിഞ്ഞു കിടപ്പുണ്ട്, എന്നാൽ പോലും ഒരു ബാറ്ററി റീചാർജ്, ഒരു ധൈര്യം, പുതിയ എനർജി, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇത് തന്നെ ആയിരിക്കണം. കാരണം നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ ഇതേ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും വരും. പക്ഷെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ഞാൻ ഇന്നലെ രാത്രി സാർ പറഞ്ഞ സാധനം തന്നെ, അങ്ങേർക്ക് കിട്ടിയ സാധനം തന്നെ ഇപ്പൊ എനിക്കും വരുന്നുണ്ട്. അപ്പൊ ഇത് പുതുമയുള്ള കാര്യമല്ല. ഈ ഫീൽഡിനകത്ത് പലരും UCD ECD എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ അവരെല്ലാം ഈ പരിപാടി കൂടെ കടന്നു പോയിട്ടാണ് ഇവിടെ എത്തിയത്. അപ്പം ഞാനിപ്പോ കേട്ട് തുടങ്ങുന്നല്ലേ ഉള്ളൂ. ഇവരെല്ലാം കേട്ട് കഴിഞ്ഞു അല്ലെങ്കിൽ കേട്ടോണ്ടിരിക്കുന്നു. അപ്പം നത്തിങ് ന്യൂ. ഓൺലി തിങ് ഈസ് ദാറ്റ്, അതുകൊണ്ട് നമ്മുടെ പ്രോസ്പെക്റ്റിനോട് ഒരിക്കലും പറഞ്ഞേക്കരുത് ഞാനിത് കുറെ കേട്ടതാന്ന് പറഞ്ഞേക്കരുത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രശ്നമാണ് ഏറ്റവും വലിയ പ്രശ്നം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം തന്നെ ഇപ്പൊ ലേഖ ഇവിടെ കണ്ടുണ്ടെന്നോ, ലേഖയോട് ചോദിച്ചു കഴിഞ്ഞാൽ ലേഖ ഒരേ നോ തന്നെ ആയിരിക്കും 5 പ്രാവശ്യം ഇപ്പൊ കേട്ടത്. പക്ഷേ അതൊരിക്കലും പ്രോസ്പെക്റ്റിനോട് പറഞ്ഞേക്കരുത്, എന്റെ പെണ്ണുമ്പിള്ള ഞാനിപ്പോ 5ാമത്തെ നോയാ ഇപ്പൊ കേൾക്കുന്നത് എന്ന് പറഞ്ഞേക്കരുത്. ഓക്കെ, ദാറ്റ്സ് ഓൾ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇറ്റ് വാസ് ഗുഡ്. ശിവകുമാറിന് എന്തോന്ന് പെട്ടെന്ന് പറയാമല്ലോ, നമ്മുടെ പാലക്കാട് നിന്നുള്ള സ്വന്തം ശിവകുമാർജി, പെട്ടെന്ന് പറഞ്ഞു. ഗുഡ് മോർണിംഗ് സാർ. വെരി ഗുഡ് മോർണിംഗ്. ഏതായിരുന്നാലും നല്ലൊരു സെക്ഷൻ ആയിരുന്നു. എനിക്ക് വർക്കിന്റെ ഇടയിലാണ് ഞാൻ അത് എടുത്ത് കേട്ടത്. പക്ഷെ വീടെത്തിയപ്പോ കറക്റ്റായിട്ട് നല്ല പോയിന്റുകൾ, ഏതായാലും 2 ലാസ്റ്റ് പോയിന്റുകൾ അടിപൊളിയായിരുന്നു. ഏതായിരുന്നാലും സൂപ്പർ. ഏതായാലും നെഗറ്റീവ് കേൾക്കുന്ന ആൾക്കാർക്കും എനിക്കും തന്നെ സൂപ്പർ. ഏതായിരുന്നാലും നല്ലൊരു അഡ്വൈസ്. റീചാർജ് ചെയ്യന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നെഗറ്റീവ് മാത്രമേ ഉള്ളൂ. അതാണ്. അല്ല, മാർക്കറ്റിംഗിലാണോ നെഗറ്റീവ് ഉണ്ടോ ശിവ? മാർക്കറ്റിംഗിലാണോ നെഗറ്റീവ് ഉണ്ട്? നെഗറ്റീവ് ഉണ്ടാവുന്ന ഇപ്പൊ. പക്ഷെ ഞാൻ വളരെ സന്തോഷത്തോടെ കൈകാര്യം ചെയ്യുന്നത്. കാരണം നെഗറ്റീവ് കേൾക്കുന്നതിന്റെ അർത്ഥം അവർക്ക് താല്പര്യം ഉണ്ടെന്നുള്ളതാണ്. ഒരാൾ ഒബ്ജെക്ഷൻ പറയുന്നുണ്ടെങ്കിൽ അതിൽ താല്പര്യമുള്ള താല്പര്യം ഇല്ലാത്ത ആൾ ഒബ്ജെക്ഷൻ പറയില്ല. എന്തെങ്കിലും അവൻ പറഞ്ഞിട്ട് പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് കുത്തിയിരിക്കും. നിങ്ങളൊരു അഗ്രിയേറ്റീവ് എടുത്ത് കാണിക്കുമ്പോൾ ഈ അഗ്രിയേറ്റീവ് മറ്റേ പശ പോലെ അല്ലേ എന്ന് സന്തോഷ് കട്ടപ്പനോട് ചോദിക്കുമ്പോൾ സന്തോഷ് കട്ടപ്പനയുടെ ഉള്ളിൽ ഇത് എത്രാമത്തെ പ്രാവശ്യം കേൾക്കുന്നു. പക്ഷെ സന്തോഷ് കട്ടപ്പന പറയും അതെ പശ തന്നെയാണ്, പക്ഷെ ഈ പശയുടെ പ്രശ്നം അല്ലെങ്കിൽ ഗുണം എന്നും പറഞ്ഞായിരിക്കും തുടങ്ങുന്നത്. അപ്പം നമ്മള് ഓരോ പ്രശ്നങ്ങളും നമ്മൾ കൈകാര്യം ചെയ്യുമ്പം നമ്മൾ അത് ഓരോ പ്രാവശ്യവും വരുമ്പോൾ നമുക്കത് ഒബ്ജെക്ഷൻ വരുന്നുണ്ടെങ്കിൽ അവർക്ക് താല്പര്യം ഉണ്ടെന്നുള്ളത് ഗ്യാരണ്ടി. പിന്നെ ആകെ വേണ്ടത് അവർ പറഞ്ഞ ഒബ്ജെക്ഷൻ സത്യത്തിൽ അവർക്ക് ഒരു റീസൺ ആക്കി മാറ്റിക്കൊണ്ട് ഇത് ഉപയോഗിച്ചില്ലെങ്കിലുള്ള ഭവിഷ്യത്ത് എന്താന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയാൽ യെസ് എന്ന് കേൾക്കാം. ഇന്ന് എനിക്ക് ഈ അവസരം തന്നതിനും
നിങ്ങൾ ഇത്രയും പേരോട് ഒരുമിച്ച് കൂടിയതിനും കൃത്യസമയത്ത് തന്നെ വരികയും കൃത്യസമയത്ത് പ്ലാറ്റ്ഫോം വിടാതെ നിൽക്കുകയും ചെയ്ത, പ്രത്യേകിച്ചും ക്യാമറ ഓൺ ചെയ്ത് എനിക്ക് ഏറ്റവും കൂടുതൽ എൻകറേജ്മെന്റോടുകൂടി ചാറ്റ് യൂസ് ചെയ്ത എല്ലാവർക്കും ഒരു വേള നന്ദി പറയുന്നു. അതിനോടൊപ്പം തന്നെ തീർച്ചയായിട്ടും ഒബ്ജക്ഷൻസ് ഒരിക്കലും നെഗറ്റീവായി കാണാതിരിക്കുക. ഒബ്ജക്ഷൻസ് ഉണ്ടെങ്കിൽ താല്പര്യമുണ്ട് എന്നുള്ളതാണ്. അപ്പം ആ ഒബ്ജക്ഷൻ നിലനിൽക്കട്ടെ. ഒബ്ജക്ഷൻ നിങ്ങൾക്ക് എങ്ങനെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ഓരോ നോയെയും നിങ്ങളുടെ കോൺഫിഡൻസും നിങ്ങളുടെ നോളജും ഉപയോഗിച്ച് മാറ്റുന്നു എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ഗുണം. അപ്പം ഞാൻ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വളരെ ചാമിങ് ആയിട്ടുള്ള നമ്മുടെ ഇന്നത്തെ MC ജിമ്മിയ മാഡത്തിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ജിമ്മിയ മാം. ഓക്കെ, താങ്ക് യു സർ. അപ്പം നമുക്കിന്ന് വേണ്ട കാര്യങ്ങൾ, നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച കാര്യങ്ങൾ ആ പ്രതീക്ഷിച്ച രീതിയിൽ തന്നെ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പ്രതീക്ഷിച്ച കാര്യങ്ങൾ ഏറെക്കുറെ എനിക്ക് കിട്ടി, അതിലധികമായിട്ട് തന്നെ കിട്ടിയെന്ന് പറയാം. കാരണം ഇത് ഞാൻ കണ്ടത് എനിക്ക് തന്നെ ആത്മശോധന ചെയ്യാനുള്ള ഒരു അവസരം കൂടിയായിട്ട് ഞാൻ കണ്ടത്. കാരണം എനിക്ക് ഈ സ്വഭാവമുണ്ട്, ഒരു ഇങ്ങനെ ആരെങ്കിലും ഒരു രീതിയിൽ എന്തെങ്കിലും ഒന്ന് തിരിച്ചിങ്ങോട്ട് നമ്മളെ പറയുന്ന കാര്യങ്ങൾക്ക് എതിരായിട്ട് ഇങ്ങനെ പറയുമ്പം ചിലപ്പോ അതിനെ എതിർത്ത് പറയുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. അപ്പം അതങ്ങനെയല്ല, അത് നിങ്ങൾക്ക് മനസ്സിലാകാത്ത കൊണ്ട് അതൊക്കെ പറഞ്ഞ് ചിലപ്പം അവരോടത് പറയുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. അപ്പം ഇത് ഇന്ന് മുതൽ ഞാൻ വേണ്ടാന്ന് വെച്ചു. അവര് പറയുന്നത് കേൾക്കാനുള്ള മനസ്സ് കാണിക്കാനുള്ള തീരുമാനം ഞാൻ എടുത്തു. കാരണം അതെനിക്ക് എടുക്കാനുള്ള പ്രാപ്തി എനിക്ക് തന്നത്, അല്ലെ അത് എടുക്കണം എന്നൊരു ചിന്ത എനിക്ക് തന്നത് ഇന്നത്തെ ഈ ഒരു സെഷനിലൂടെയാണ്. അപ്പൊ അങ്ങനെ എനിക്ക് മാത്രമല്ല പലർക്കും അത് കിട്ടിയിട്ടുണ്ടാകും. നമുക്കത് ചിന്തിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടാകും. അങ്ങനെ ഒരു അവസരം നമുക്ക് തന്ന വിമൽ സാറിനുള്ള നന്ദി, നമുക്ക് ചിന്തിക്കാനുള്ള ഒരു പ്രചോദനം നമ്മൾ ഉണ്ടാക്കി തീർത്ത വിമൽ സാറിനുള്ള നന്ദി നമുക്ക് എല്ലാവർക്കും ചാറ്റ് ബോക്സിലൂടെ അറിയിക്കാം. ചാറ്റ് ബോക്സ് നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുവാണ്. ധാരാളം നന്ദി പ്രവാഹമാണ് ചാറ്റ് ബോക്സിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്തായാലും എനിക്കത്, എന്നെ സംബന്ധിച്ച് അത് വളരെ, സാറ് പറഞ്ഞ കാര്യങ്ങള് വളരെയധികം ഉപകാരപ്പെട്ടു. കാരണം ഒരിടത്ത് ചെന്ന് ഒരാളോട് ഈ നമ്മുടെ പ്ലാൻ ആയിക്കോട്ടെ, അല്ലെ പ്രൊഡക്ട്സ്, മിക്കവാറും പ്ലാനിനെക്കാട്ടും കൂടുതൽ പ്രൊഡക്ട്സ് പറയുന്ന സമയത്താണ് ചിലപ്പം സാറ് പറഞ്ഞ പോലെ വില കൂടുതലാണ്, അത് അല്ലെങ്കിൽ പിന്നെ അത് ക്വാളിറ്റി ഉണ്ടെന്നുള്ളതിന് എന്താണ് തെളിവ്, അല്ലെ എന്താണ് ഉറപ്പ് എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങൾ വരുമ്പോൾ എനിക്ക് ചിലപ്പം ഞാനും നിയന്ത്രിക്കാൻ പറ്റാതെ ചിലപ്പോൾ ഞാനും പൊട്ടിത്തെറിക്കാറുണ്ട്. അപ്പം ആ ഒരു സ്വഭാവം ഇന്ന് മുതൽ ഞാൻ ഉപേക്ഷിച്ചു. ഞാൻ ഇവിടെ ഉപേക്ഷിച്ചു. ഇനി അങ്ങനെ പെരുമാറില്ല എന്ന തീരുമാനം എടുക്കാൻ പറ്റി. അപ്പൊ അതുപോലെ പലർക്കും ഉണ്ടായി കാണും. ഞാൻ സാറിനെ എന്റെ വ്യക്തിപരമായ പേരിലും എല്ലാവരുടെ പേരിലും വളരെയധികം നന്ദി അറിയിക്കുകയാണ്. കാരണം ഇങ്ങനെയൊരു ചിന്ത നമ്മളിൽ ഉണ്ടാക്കി തീർക്കാൻ ഈ ഒരു സെഷനും വളരെയധികം ഉപകാരപ്പെട്ടു സാർ. അപ്പൊ ഇന്നത്തെ ഈ ഒരു സെഷൻ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് ഞങ്ങൾക്കൊക്കെ നല്ലൊരു എന്താ പറയണ്ട, ഇനി കളത്തിലേക്ക് ഇറങ്ങി എത്ര നോ കേട്ടാലും അതിനെയെല്ലാം യെസ്സാക്കി മാറ്റാനുള്ള പ്രചോദനം തന്ന വിമൽ സാറിനുള്ള നന്ദി ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ, ഈ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാവരുടെയും പേരിൽ ഞാൻ അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ എനിക്ക് ഇന്ന് ഈ MC ചെയ്യാനുള്ള ഒരു അവസരം നൽകിയ വിന്നിംഗ് ടീമിലും എല്ലാ ലീഡേഴ്സിനോടും, നമ്മുടെ വെസ്റ്റീജ് കമ്പനിയോടും എല്ലാ ലീഡേഴ്സിനോടും ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുന്നു. വിഷ് യു വെൽ. താങ്ക് യു. ഗുഡ് നൈറ്റ്.